العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عباد الله أوصيكم وإياي بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട കുട്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടി സ്വാലിഹായ അമലായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. കട്ടുകൂടാതെ കേൾക്കണ്ടാവുമല്ലോ എന്റെ സംസാരം? ഉണ്ടാവൂലോ അല്ലേ? കട്ടുകൂടാതെ കേൾക്കണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഞാനത് പ്രത്യേകം ചോദിക്കാനുള്ള കാരണം ഇന്ന് പകൽ സമയങ്ങളിലൊക്കെ വളരെ എനിക്ക് നെറ്റ് വളരെ സ്പീഡ് ലൈഫായിരുന്നു. ഇപ്പൊ ശരിയായിട്ടുണ്ടെന്നുണ്ട്. അപ്പൊ ഏതായാലും ശരി, കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിലേക്കാണ് കടക്കാൻ ഇൻഷാ അല്ലാഹ്. ആദ്യം ഉസ്താദെ, ഷിയാക്കൾക്ക് സലാം ചൊല്ലുന്നതിന്റെ വിധി എന്താണെന്ന് അവര് പറയുന്നതിന്റെ വിധി എന്താണ്? ഷിയാക്കൾക്ക് എന്നല്ല, മുബ്തദിയങ്ങൾക്ക് സലാം ചൊല്ലൽ കറാഹത്താണ്. മുബ്തദിയങ്ങൾക്ക് സലാം ചൊല്ലൽ കറാഹത്താണ്. ഷിയ ആവട്ടെ ഏത് കൂട്ടരാവട്ടെ അവർക്ക് സലാം ചൊല്ലൽ കറാഹത്താണ്. ഹറാമല്ല, കറാഹത്താണ്. പിന്നെന്താണ് വേറൊരു ചോദ്യം? അത് കുറെ ഉണ്ടല്ലോ വായിക്കാന്. കച്ചവട സാധനങ്ങൾക്ക് സക്കാത്തും ഉണ്ടോ? പിന്നെ കച്ചവട സാധനങ്ങൾക്ക് സക്കാത്ത് ഇല്ലാതെ ഉണ്ടെങ്കിൽ മാത്രം താഴെ വായിച്ചാൽ മതി. ഞാൻ ഒരാളുടെ കടയിൽ ചില സാധനങ്ങൾക്കാണ് കൊണ്ടുപോയി വെച്ചു. സാധനങ്ങൾ ഇതിന്റെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ആണോ അതോ കച്ചവടക്കാരനാണോ ബാധ്യത? നിങ്ങൾ സാധാരണ ഒരു കടയിൽ ഇതല്ല, ആരുടേതാണ് കച്ചവടമെങ്കിൽ അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആരുടേതാണോ കച്ചവടം അത് അയാളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ കടയിൽ നിങ്ങൾ സാധനം വെച്ചു, ആ കൊണ്ടുവച്ച സാധനത്തിന്റെ ഉടമസ്ഥൻ നിങ്ങളാണ്, അതിന്റെ കച്ചവടം നടത്തുന്നത് നിങ്ങളാണ്, അതിന്റെ പൈസ കിട്ടുന്നത് നിങ്ങൾക്കാണ്. അത് നിസാബ് തികയുന്നത് ഉണ്ടേനും എന്നാൽ നിങ്ങളാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. അതാണ് കച്ചവടത്തിന്റെ ആ കടയിൽ വർഷം പൂർത്തിയാവുന്ന സമയത്ത് ആ കടയിൽ ആകെ എത്ര റുപ്യന്റെ ചരക്കുണ്ട് നോക്കണം. ആകെ എത്ര റുപ്യന്റെ ചരക്കുണ്ട് കണക്കൂട്ടി വെക്കുമ്പോ അതിൽ ആ കടയിലത്തെ ഓരോ സാധനത്തിന് വില എടുത്ത് കണക്കൂട്ടി വെക്കുമ്പോ നിസാബ് തികഞ്ഞ സംഖ്യക്കുള്ളത് ഉണ്ട്. നിസാബ് തികഞ്ഞ സംഖ്യക്കുള്ള, അതായത് 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള, അതായത് ഏകദേശം ഒരു 10-25,000 ഉറുപ്പ്യ, ഇന്ത്യൻ ഉറുപ്പ്യന്റെ 10-25,000 ഉറുപ്പ്യ മതിയാവും 595 ഗ്രാം വെള്ളിക്ക്. കൃത്യമായിട്ട് കണക്കൂട്ടിയിട്ടില്ല, കാരണം പലപ്പോഴും പല വില ആയിരിക്കുമല്ലോ. ഇന്നത്തെ വില ആവില്ല ചിലപ്പോൾ നാളെ. ചുരുക്കി പറയാൻ ഇതാണ്, 595 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള സാധനങ്ങളുണ്ട് ആ കച്ചവട സ്ഥാപനത്തിൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ. എന്നാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. നിങ്ങൾ കുറച്ച് സാധനം അവിടെ കൊണ്ടുവച്ച് നിൽക്കുക അല്ലെ, ആ പീടികയിൽ നിങ്ങൾ സാധനം കൊണ്ടുവച്ചു, അത് നിങ്ങളത് പാർട്ട്ണറാണോ? പാർട്ട്ണറൊന്നുമല്ല, നിങ്ങൾ ആ ചരക്ക് നിങ്ങളുടേതാണ്, മറ്റാളുടേതല്ല. കച്ചവട സ്ഥാപനം നടത്തുന്ന ആളുടേതല്ല, നിങ്ങളുടേതാണ് ആ ചരക്ക്. എന്നാൽ അത് നിങ്ങൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. എന്നാൽ അത് ഒരു വർഷം പൂർത്തിയായ സമയത്ത് നിങ്ങൾ കൊണ്ടുവച്ച ആ സാധനങ്ങളുണ്ടല്ലോ, അത് നിസാബ് തികയുന്ന സംഖ്യക്കുണ്ട്. എന്നാൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, അതിന്റെ 2% നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ് അതിന് വേണ്ടത്. പിന്നെന്താണ്, ഖുർആൻ തുറന്നു വെച്ച മൊബൈൽ തൊടാൻ ഒളു വേണോ? ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഇപ്പത്. അവിടെ ഏറ്റവും നല്ലത് ഒളു ഉണ്ടാവൽ തന്നെയാണ് നല്ലത്. ഖുർആനെ ആ മൊബൈലിൽ എന്ത് കാണുന്നുണ്ട്? ഖുർആൻ കാണുന്നുണ്ട്. ആ സമയത്ത് മൊബൈൽ തുറന്നു വെച്ചിരിക്കുന്നു മൊബൈലിൽ. എന്നാൽ അതിന് മുസാഫിന്റെ വിധിയാകുന്നു എന്ന് നമ്മുടെ ഉലമാക്കളിൽ ചിലർ അങ്ങനെ പറഞ്ഞത്. മുസാഫിന്റെ വിധിയാണ്. അപ്പൊ മുസാഫ് തുടങ്ങി ഒതുവാണല്ലോ. അതേ സമയത്ത് മുസാഫ് പൂട്ടിയാലും തൊടാൻ ഒളു വേണം. അതേ സമയത്ത് മൊബൈലിൽ അത് വേണ്ട. അതാണ്ട് ഓഫ് ചെയ്താല് പിന്നെ തുടങ്ങിയ ഒളു വേണ്ട. കാരണം എന്താണ്, മുസാഫ് പൂട്ടിയാലും ആ മുസാഫിൽ ഖുർആന്റെ അക്ഷരങ്ങൾ മുസാഫിന്റെ ഉള്ളിലുണ്ട്. അതേസമയത്ത് മൊബൈൽ ഓഫ് ചെയ്താൽ ആ അക്ഷരങ്ങൾ അതിലില്ല. മൊബൈലിന്റെ ഉള്ളിൽ ആ അക്ഷരങ്ങൾ ഉണ്ടാവില്ല. പിന്നെന്താ, അത് മറ്റൊരു എന്തോ ഒരു സാങ്കേതിക പ്രശ്നമാണ് അത് അല്ലെ. എന്താ പറയല്, ചില ഇലക്ട്രോണിക് തരംഗങ്ങൾ, എനിക്കതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഏതായാലും ശരി, അക്ഷരങ്ങളല്ല, അതിലെ സോഫ്റ്റ്വെയർ ആയിരിക്കും. അത് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അക്ഷരങ്ങൾ പറയാൻ പറ്റുമല്ലോ. അപ്പൊ മൊബൈൽ ഓഫ് ചെയ്താൽ അതിന്റെ അക്ഷരങ്ങൾ അതിലില്ല, ഇല്ലാത്തത് കാരണം തൊടാൻ ഒളു വേണ്ട. അതേസമയത്ത്
അത് ഓൺ ചെയ്താൽ അക്ഷരങ്ങൾ നമ്മൾ കാണുന്നു, അപ്പോൾ തൊടാൻ ഒളു വേണേനും എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് എന്ത്, എന്നാലും ഒളു വേണ്ടാന്ന്, കാരണം അത് കാണുന്നത് അത് അക്ഷരങ്ങളുടെ നിഴലാണ് കാണുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട്. അതെ, ഏതായാലും ശരിയാണ്, സൂക്ഷ്മത ഒളു ഉണ്ടാവൽ തന്നെയാണ്. പിന്നെ സക്കാത്തിന്റെ പൈസ മുഴുവൻ ഒരാൾക്ക് മാത്രമായി കൊടുക്കാമോ? പറ്റുകയില്ല. ഏത് ഫിത്ർ സക്കാത്തല്ല, ഫിത്ർ സക്കാത്ത് അങ്ങനെ പറ്റും. ഫിത്ർ സക്കാത്ത് ഇപ്പൊ ഒരാളുടെ തൊട്ട് ഒരു സഹായം അല്ലെ, 2 കിലോ 600 ഗ്രാം ആണ് അല്ലെ, വളരെ സൂക്ഷ്മതയോട് കൂടി കൊടുക്കുകയാണെങ്കിൽ തന്നെ 2 കിലോ 600 ഗ്രാം 650 650 1300 2600 അതാണിപ്പോ. അതെന്ത് ചെയ്യുക, അതാണ് ഇപ്പൊ ഒരു സഹായം എന്ന് പറഞ്ഞാല്. അത് ഒരാളെ ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് തന്നെ കൊടുക്കാം, അതുകൊണ്ട് വിരോധമില്ല. ഇനി കുറെ ആളുടെ ഫിത്ർ സക്കാത്ത് ഒന്നിച്ച്, നമ്മുടെ കുടുംബത്തിൽ പല ആളുകളുടെയും ഫിത്ർ സക്കാത്ത് ഒന്നിച്ച് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരാൾക്ക് കൊടുക്കാം, അതുകൊണ്ടും വിരോധമില്ല. നേരെ മറിച്ച് മുതലിന്റെ സക്കാത്ത് അങ്ങനല്ല. മുതലിന്റെ സക്കാത്ത് ആ മുതലുള്ള മഹല്ലിൽ ഏതെല്ലാം വിഭാഗം അവകാശികളുണ്ടോ അവർക്കെല്ലാം ആ വിഭാഗത്തിനെല്ലാം സമമായിട്ട് ഓഹരി ചെയ്യണമെന്ന ഈ പറഞ്ഞ കൂട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ചോദിച്ചോടനെ കാണാം പിന്നെ നാളെ ഇതേ ചോദ്യം ചോദിക്കണം. കാരണം ഓലോ പീമടിച്ചിട്ട് പോകും, നമ്മളിങ്ങനെ പറയാം, ഓല കേൾക്കാൻ നിൽക്കൂല. പിന്നെ വീണ്ടും പിന്നെ അത് പിറ്റേസം തന്നെ. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. മുതലിന്റെ സക്കാത്ത്, മുതലിന്റെ ഫിത്ർ സക്കാത്ത് ഒരാൾക്ക് തന്നെ കൊടുക്കാം, പക്ഷെ അതേസമയത്ത് മുതലിന്റെ സക്കാത്ത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. മുതലിന്റെ സക്കാത്ത് ആ മുതൽ എവിടെയാണോ ഉള്ളത് എങ്കിൽ ആ മുതലുള്ള മഹലിൽ സക്കാത്തിന്റെ അവകാശികളിൽ നിന്ന് ഏതെല്ലാം വിഭാഗങ്ങളാണ് ഉള്ളത് എങ്കിൽ അവർക്കെല്ലാവർക്കും സമമായിട്ട് ഓഹരി ചെയ്യണം. ആ വിഭാഗത്തിനെല്ലാം സമമായിട്ട് ഓഹരി ചെയ്യണം. എന്നിട്ട് ഓരോ വിഭാഗത്തിലെയും ഏറ്റവും ചുരുങ്ങിയത് 3 ആൾക്കെങ്കിലും കൊടുക്കുകയും വേണം. ആ കൊടുക്കുന്നത് സമമായിട്ട് ആവണം എന്നില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ അമീർ ഇരിങ്ങല്ലൂരിനെ ഉദാഹരണം നമ്മൾ എടുക്കുക. അവനെ പോലെ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരാള് അല്ലേ, അമീർ ഇരിങ്ങല്ലൂരിനെ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുക. അമീർ ഇരിങ്ങല്ലൂരിൽ ഒരു കച്ചവട സ്ഥാപനം ഉണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇരിങ്ങല്ലൂരിൽ എന്തുണ്ട്, ഒരു കച്ചവട സ്ഥാപനമുണ്ട്. അപ്പൊ ആ കച്ചവട സ്ഥാപനത്തിന്റെ സക്കാത്ത് ഇരിങ്ങല്ലൂരിൽ തന്നെ കൊടുക്കണം. ഇരിങ്ങല്ലൂരിൽ അവകാശികൾ ഉണ്ടായിരിക്കെ അതിന്റെ സക്കാത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല. ഇരിങ്ങല്ലൂരിൽ സക്കാത്തിന്റെ അവകാശികളായിട്ട് 3 വിഭാഗം ഉണ്ട് എന്ന് വിചാരിക്കുക. ഉദാഹരണം ഫക്കീർമാരുണ്ട്, മിസ്കീന്മാരുമുണ്ട്, കടം ഉള്ളവരുമുണ്ട്. ഇപ്പൊ സക്കാത്തിന്റെ അവകാശികൾ 8 ആണല്ലോ അല്ലേ. ആ 8 എല്ലാ അവകാശങ്ങളും കൂടി ഇപ്പൊ ഉണ്ടാവൂല. കാരണം മോചനപത്രം എഴുതിയ അടിമ സക്കാത്തിന്റെ അവകാശപ്പെട്ടത് അത് ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ മിക്കവാറും ഒരു മഹലിൽ ഉണ്ടാകും 3 വിഭാഗം 4 വിഭാഗങ്ങളൊക്കെ ഉണ്ടാകുക. ഫക്കീർമാരുണ്ടാകും, മിസ്കീന്മാരുണ്ടാകും, കടം കൊണ്ട് വലഞ്ഞവരുണ്ടാകും, ചിലപ്പോൾ വിശ്വാസികൾ ഉണ്ടാവും, ചിലപ്പോൾ മുസാഫിരിങ്ങൾ ഉണ്ടാവും അല്ലെ, ഹലാലായ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്ന യാത്രക്കാര്, അങ്ങനെ 4-5 വിഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അമീറിയല്ലൊരു നാട്ടിലിപ്പോൾ 3 വിഭാഗമുള്ളതെന്ന് വിചാരിക്കുക. ഫക്കീർമാരും മിസ്കിന്മാരും പിന്നെ കടം കൊണ്ട് വലഞ്ഞവരുണ്ട്. അമീർ സക്കാത്ത് കൊടുക്കേണ്ടത് 10,000 രൂപയാണ് എന്ന് കരുതുക. 10,000 രൂപയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് കരുതുക. അപ്പൊ ഈ 3 വിഭാഗത്തിനും ഫക്കീർമാർക്ക് 3,333 രൂപ 33 പൈസയും പിന്നെ കുറച്ച് പോയിന്റ് ഉണ്ടാവും. അത് പിന്നെ ആർക്ക് കൊടുക്കണം? ഫക്കീർമാർക്ക് നീക്കി വെക്കണം. മറ്റേ വിഭാഗത്തിന് 3,333 പിന്നെ പോയിന്റും ഉണ്ടാവും. അങ്ങനെ 3 വിഭാഗത്തിനും സമമായിട്ട് ഓരിയേക്കണം. ഇനി ഓരോ വിഭാഗത്തിലും ഏറ്റവും ചുരുങ്ങിയ 3 ആൾക്ക് കൊടുക്കും വേണം. അപ്പൊ ഫക്കീർമാരിൽ നിന്ന് 3 ആൾക്ക് കൊടുക്കണം, മിസ്കിന്മാരിൽ നിന്ന് 3 ആൾക്ക് കൊടുക്കണം, കടം കൊണ്ട് പറഞ്ഞവരിൽ നിന്ന് 3 ആൾക്ക് കൊടുക്കണം. അത് സമമായിട്ട് ആവണമെന്നില്ല. അപ്പൊ ഒരു ഫക്കീറിന് 3 ഫക്കീർമാരിൽ ഒരു ഫക്കീറിന് എന്ത് ചെയ്ത് 2,000 രൂപ കൊടുത്ത്, വേറെ 2 ഫക്കീർമാർക്കും ഒരു ഫക്കീറിന് 500 കൊടുത്തു, അപ്പൊ 2,500 ആയില്ലേ. പിന്നെ വേറെ ഫക്കീറിന് 800 ചില രൂപ ബാക്കി അത് കൊടുത്തു നിൽക്കുക. അങ്ങനെ എന്നാലും പറ്റും, അങ്ങനെ പറ്റും. അതുപോലെ മിസ്കീനിൽ ഒരാൾക്ക് 1000 കൊടുത്ത്, വേറെ ആൾക്ക് 1000 കൊടുത്ത്, വേറെ ആൾക്ക് 1300 ചില അത് കൊടുത്ത് അങ്ങനെയും പറ്റും. അപ്പൊ എല്ലാ വിഭാഗത്തിനും സമമായിട്ട് ഓഹരി വെക്കണം. പക്ഷെ ഒരു വിഭാഗത്തിലെ വിവിധ വ്യക്തികൾക്ക് ഒരേപോലെ ഓഹരി പിന്നെ കൊടുക്കണം എന്നില്ല. അതാണ് മനസ്സിലാക്കണ ചോദ്യകർത്താവിന്. ആ ചോദ്യകർത്താവിന് മനസ്സിലാക്കണ, ഈ ചോദിച്ച ആൾക്ക് മനസ്സിലാക്കണാന്ന്. ആയിക്കോട്ടെ. പിന്നെ വിദേശത്ത് നടക്കുന്ന സ്ഥാപനത്തിൽ നാട്ടിൽ നിന്നുള്ളവർ ക്യാഷ് മുടക്കിയാൽ അവർ എവിടെ സക്കാത്ത് കൊടുക്കണം? ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അല്ലേ. എവിടെ സ്ഥാപനം എവിടെയെങ്കിലും ആയിക്കോട്ടെ അല്ലേ, അല്ല ആ കച്ചവടത്തിന്റെ ഉടമസ്ഥന്മാർ എവിടെയെങ്കിലും ആയിക്കോട്ടെ, എവിടെയാണ് സ്ഥാപനം നടക്കുന്നതെന്ന് നോക്കുക. ആ സ്ഥാപനം എവിടെയുള്ളത് അവിടെയുള്ള അവകാശികൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലേ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ
കേരളക്കാരും കർണാടകക്കാരും ആന്ധ്രക്കാരും പല രാജ്യക്കാരും കൂടിയും അബുദാബിയിലെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. അബുദാബിയിലാണ് അവിടെ കച്ചവട സ്ഥാപനം അബുദാബിയിൽ ആണുള്ളത്. എന്നാൽ ആ സ്ഥാപനത്തിന്റെ സക്കാത്ത് എവിടെ കൊടുക്കണം? അബുദാബിയിൽ ആ കച്ചവട സ്ഥാപനം നിൽക്കുന്ന മഹലുണ്ടല്ലോ, ആ മഹലിലെ അവകാശികൾക്കാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്മാർ എവിടെയാണോ അവിടെയുള്ള ആളുകൾക്കല്ല കൊടുക്കേണ്ടത്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കാശിന്റെ സക്കാത്ത് ഓഹരി വെക്കണോ? എന്താ കാശിന്റെ സക്കാത്ത് ഓഹരി വെക്കണോ പറഞ്ഞാല് എന്താ മനസ്സിലായില്ല. എല്ലാ സക്കാത്തും അങ്ങനെ തന്നെയാണ്. കച്ചവട സ്ഥാനത്തിന്റെ സക്കാത്ത് ആവട്ടെ, കാശിന്റെ സക്കാത്ത് ആവട്ടെ, കാശിന്റെ സക്കാത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളെടുക്കൽ 1 ലക്ഷം ഉറുപ്പിക ഉണ്ട്. ഒരാളെടുക്കല് ആ 1 ലക്ഷം ഉറുപ്പിക്ക് എന്ത് ചെയ്തു? ഒരു വർഷം അയാൾ സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു ആ 1 ലക്ഷം ഉറുപ്പ്യ. ഒരാളുടെ കയ്യിൽ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ആ 1 ലക്ഷം ഉറുപ്പ്യ എന്ത് ചെയ്തു? അയാൾ ഒരു വർഷം സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ 1 വർഷം പൂർത്തിയായി. എന്നാൽ എന്ത് ചെയ്യണം? 1 ലക്ഷം ഉറുപ്പ്യ സക്കാത്ത് ആയിട്ട് 2% എത്ര? 2500 ഉറുപ്പ്യ. ആ 2500 ഉറുപ്പ്യ ഒരാൾ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ ആ 2500 ഉറുപ്പ്യ ആ നാട്ടിലുള്ള സക്കാത്തിന്റെ അവകാശികളിൽ നിന്നുള്ള വിഭാഗങ്ങൾക്ക് സമമായിട്ട് വരിക ചെയ്യണം. വ്യക്തികൾക്കല്ല, വിഭാഗത്തിന്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ആ നാട്ടിലുള്ളതാരാണ്? ആ നാട്ടിൽ ഫക്കീർമാരുണ്ട്, മിസ്കിന്മാരുണ്ട്, കടം കൊണ്ട് വലഞ്ഞവരുണ്ട് എന്ന് വിചാരിക്കുക. എന്നാൽ ആ 2500 രൂപയെ 3 ഓഹരി സമമായിട്ട് 3 ഓഹരി വെക്കണം. ഫക്കീർമാർക്കും സമമായിട്ട്, പിന്നെ മൂന്നിലൊരു ഭാഗം ഫക്കീറിന്, ഒരു വിഭാഗം മിസ്കീനിന്, 3/1 വിഭാഗം പിന്നെ കടം കൊണ്ട് വലഞ്ഞവർക്ക്. എന്നിട്ട് അതിൽ നിന്ന് അപ്പോ ഓരോ വിഭാഗത്തിൽ എത്ര ഉണ്ടാവും? 800 ചില്ല ഉറുപ്പ്യ ഉണ്ടാവും അല്ലെ? 800 ചില്ല ഉറുപ്പ്യാണ് ഒരു വിഭാഗത്തിൽ ഉണ്ടാകുക. 2500 3 വെച്ചാല് 800 ചില്ല ഉറുപ്പ്യല്ലേ ഒരു വിഭാഗത്തിൽ ഉണ്ടാകുക. ഇനി ആ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾക്ക് സമമായിട്ട് കൊടുക്കണം? അത് വേണ്ട. ഒരാൾക്ക് എന്ത് ചെയ്ത് 500, ഒരാൾക്ക് 200, ഒരാൾക്ക് 100 അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് 100 ഉറുപ്പ്യ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഒരു പിന്നെ മുതലുള്ള ആ സക്കാത്തിന്റെ മുതൽ എവിടെയാണോ ഉള്ളത് അവിടെ ആ മഹലിൽ ഏതെല്ലാം വിഭാഗങ്ങളാണ് സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ളത് അവർക്ക് സമമായിട്ട് നീക്കി വെക്കുകയും അത് നിർബന്ധമാണ്. എന്നാൽ ഒരു വിഭാഗത്തിലെ വ്യക്തികൾക്ക് സമമായിട്ട് കൊടുക്കണം എന്നില്ല. അതിൽ ഏറ്റ വ്യത്യാസം കാണിക്കാൻ വിരോധമില്ല എന്നർത്ഥം. പിന്നെ അത് ഏത് സക്കാത്താണെങ്കിലും ശരി, മുതലിന്റെ സക്കാത്താണെങ്കിലും ശരി, പിന്നെ പൈസന്റെ സക്കാത്താണെങ്കിലും ശരി, കച്ചവടത്തിന്റെ സക്കാത്താണെങ്കിലും ശരി, ഏതാണെങ്കിലും തന്നെ. ഒരു റേഡിയോ ശ്രോതാവ് ചോദിച്ചിരുന്നു, ഇവിടെ നിന്നും നാട്ടിലേക്ക് ക്യാഷ് കുഴൽ ഹുണ്ടി കടമായി അയക്കുമ്പോൾ അവർ റേറ്റ് കൂട്ടി വാങ്ങാറുണ്ട്. ഉദാഹരണം 1000 രൂപക്ക് 60 റിയാലാണെങ്കിൽ കടമാണെങ്കിൽ 65 റിയാൽ വാങ്ങുന്നു. അതിന്റെ ഹറാമാണ്, അത് പലിശയാണ്, അത് ഹറാമാണ്. അതേസമയത്ത് അയാൾക്ക് എന്ത് ചെയ്യാ? ആ നിലക്കൊന്നല്ലാത്തതിന് എന്ത് ചെയ്യാ? എന്റെ വീട്ടിൽ പിന്നെ നീ റൊക്കം തരുകയാണെങ്കിൽ എനിക്ക് 60 തന്നാൽ മതി, എന്നാൽ ഞാൻ കടമായിട്ടാണെങ്കിൽ 65 തരണം എന്ന് പറഞ്ഞ പലിശയാണ്. അതേസമയത്ത് അല്ലെങ്കിൽ തന്നെ അയാളോട് അങ്ങോട്ട് പറയാം, എന്ത് എന്റെ 1000 രൂപ ഞാൻ കൊടുക്കാം, 65 രൂപ വേണം, അതിന് നീ ഗഡുക്കളായിട്ട് അടച്ചു തന്നാൽ മതി എന്നാൽ നിൽക്കാണ്ട് തിരക്കണമില്ല. ഒരാള് ഒരു സാധനം വിൽക്കുമ്പോൾ പലർക്കും പല റേറ്റിലും വിൽക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പക്ഷേ നിബന്ധനാക്കുക എങ്ങനെ? ഇത് റൊക്കമാണെങ്കിൽ ഇത്ര, കടമാണെങ്കിൽ ഇത്ര എന്ന് നിബന്ധനാക്കുക. ആ രീതിയിലാവുമ്പോൾ പലിശയാണ്, ഹറാമാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരാൾ 3 വർഷം മുമ്പ് ഒരു തോട്ടം വാങ്ങി, അത് വിൽക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. എന്നാൽ ഇതുവരെ അത് വിറ്റിട്ടുമില്ല. അതിന് സക്കാത്ത് നൽകേണ്ടതുണ്ട്. സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? അത് കച്ചവടാവശ്യത്തിന് വേണ്ടി വാങ്ങിട്ടതാണ്. കച്ചവടാവശ്യത്തിന് വേണ്ടി വാങ്ങിട്ടാണെങ്കിൽ തന്നെ സക്കാത്ത് നിർബന്ധമാണ്. അത് വിൽക്കട്ടെ വിൽക്കാതിരിക്കട്ടെ. കച്ചവടാവശ്യത്തിന് വേണ്ടി വാങ്ങി 1 വർഷം പൂർത്തിയായി. ആ വർഷം പൂർത്തിയായപ്പോഴേക്കും അത് വിറ്റുപോയിട്ടില്ലെങ്കിലും ശരി, ആ വർഷം പൂർത്തിയാവുന്ന സമയത്ത് അത് എത്രക്കാണ് വാങ്ങിയത് അതല്ല നോട്ടം. ആ വർഷം പൂർത്തിയാവുന്ന സമയത്ത് ആ സ്ഥലത്ത് അങ്ങനെയുള്ളൊരു പറമ്പ് വിറ്റാൽ എത്ര റുപ്യ കിട്ടും നോക്കണം. അങ്ങനെ നോക്കണ്ടത്. വിൽക്കുന്ന മാർക്കറ്റ് വില ഉണ്ടല്ലോ, വിൽക്കുന്ന മാർക്കറ്റ് വിലയാണ് നോക്കേണ്ടത്. വാങ്ങിയത് എത്രക്കാന്നല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 5 ലക്ഷം റുപ്യക്ക് വാങ്ങിയ പറമ്പാണ്. എന്നാൽ ഇതുവരെയൊക്കെ വിറ്റ് പോയിട്ടില്ല, 1 വർഷം പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ 5 ലക്ഷം റുപ്യന്റെ 2% കൊടുക്കേണ്ടത് അല്ല. പിന്നെയോ ഈ വർഷം പൂർത്തിയായപ്പോൾ ആ പറമ്പിന് ഈ രാജ്യത്ത് എത്ര വില കിട്ടും?
ഇപ്പത്തെ അതിന്റെ മാർക്കറ്റ് വില എത്രയാണ്? ഇപ്പൊ 6 ലക്ഷം റുപ്യ എന്ന് വിചാരിക്കുക. അപ്പൊ 6 ലക്ഷം റുപ്യന്റെ 2% അങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. വിറ്റ് പോവട്ടെ, വിൽക്കാൻ വേണ്ടി കരുതി നിൽക്കുക, എന്നാൽ തന്നെ അത് മുതൽക്ക് സക്കാത്ത് നിർബന്ധമാണ്. 1 വർഷം പൂർത്തിയാൽ സക്കാത്ത് നിർബന്ധമാണ്. വിൽക്കട്ടെ വിൽക്കാതിരിക്കട്ടെ. നോമ്പ് നോൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള രോഗിക്ക് വേണ്ടി കൊടുക്കേണ്ട മുദ് അടുത്ത ദിവസം തന്നെ കൊടുക്കണോ? അത് എടുത്ത ദിവസം തന്നെ കൊടുക്കണോ? അതോ എല്ലാ ദിവസവും കൂടി ലാസ്റ്റ് കൊടുത്താലും മതി? അത് മതി. അതുകൊണ്ട് അതാ ദിവസം തന്നെ കൊടുക്കണമെന്നില്ല. എല്ലാ ദിവസത്തെയും കൂടി അവസാനം കൊടുത്താലും മതി. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അത് നോമ്പ് കഴിഞ്ഞ ശേഷം കൊടുത്താലും വിരോധമില്ല. അത് ഓരോ ദിവസത്തെ നോമ്പിനും അതാ ദിവസം തന്നെ കൊടുക്കണമെന്നില്ല. അത് അവസാനം കൊടുത്താലും മതി. ഇനി റമദാൻ കഴിഞ്ഞ ശേഷം കൊടുത്തു നിൽക്കുക, അതുകൊണ്ടും വിരോധമില്ല. പിന്നെ 50 സെന്റിൽ കൂടുതൽ ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണോ? 50 സെന്റിന് മറ്റേ കണക്കല്ല ഉള്ളത്. ഭൂമിക്ക് സക്കാത്ത് അങ്ങനെ സക്കാത്തില്ല. ഭൂമിക്ക് സക്കാത്ത് അങ്ങനെ സക്കാത്തില്ലാന്ന്. കച്ചവടത്തിന്റെ സക്കാത്തുള്ളത്. അത് ഇനി എത്രയാണെങ്കിലും ശരി. നിസാബ് തയ്ക്കുന്ന 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള മുതലുണ്ടോന്നാ. അതായത് 10-25 റുപ്യന്റെ മുതലുണ്ടോന്നുള്ളതാണ്. 25 റുപ്യക്ക് വന്ന് ഭൂമിയെ കിട്ടില്ല. അപ്പോൾ 50 സെന്റിന്റെ 5 ഏക്കറിന്റെയോ അതിൽ 5 സെന്റിന്റെയോ വിഷയമല്ലുള്ളത്. നിസാബ് തികയുന്ന സംഖ്യക്കുള്ള ഭൂമി ഉണ്ട് എങ്കിൽ, അതായത് 595 ഗ്രാം വെള്ളിയുടെ സംഖ്യക്കുള്ള ഭൂമി ഉണ്ട് എങ്കിൽ, അത് കച്ചവടത്തിന് വേണ്ടി വാങ്ങിയ ഭൂമി ആണ് എങ്കിലും 1 വർഷം പൂർത്തിയായാൽ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ്. തറവിക്കണോ വിത്തർ? തറാവിക്കാണ് വിത്തർ നിസ്കാരത്തിനാണ് കൂടുതൽ കൂലി. തറാവിയുടെ ഇടത്തിൽ വിത്തർ നിസ്കരിക്കാമോ? ഇടയിൽ വിത്തർ നിസ്കരിക്കാമോ? തറാവീഹിനാണ് വിത്തറിനാണ് കൂടുതൽ കൂലിയാണല്ലേ? അത് നമ്മൾ ഇന്നലെ പറഞ്ഞു. അത് ഓരോ വിത്തർ ഇപ്പൊ എല്ലാ ദിവസവും ഉള്ളതാണ് അല്ലേ? എല്ലാ ദിവസവും. പിന്നെ അത് പലതിനും പല കൂലിയാണ്. കൂടുതൽ കൂലി എന്താണ് പറയാൻ പറ്റില്ല. തറാവീഹ് എന്ന് പറഞ്ഞാൽ ഖിയാം റമദാനാണ് അല്ലേ? മഖാമ റമദാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹിന. ഈമാനോട് കൂടി ഇഹ്തിസാബോട് കൂടി ഒരാൾ തറാവീഹ് നിസ്കരിച്ചു, എന്നാൽ അവന്റെ കഴിഞ്ഞ ദോഷങ്ങളൊക്കെ അതോടുകൂടി പൊറുക്കുന്ന. അപ്പൊ തറാവീഹിന്റെ കൂലി വേറെ, പിന്നെ വിത്തറിന്റെ കൂലി വേറെ. വിത്തർ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വാജിബാണ് എന്ന് പോലും പറഞ്ഞ ഉലമാക്കളുണ്ട്. എന്താ വിത്തർ അത് മുഅക്കദായ സുന്നത്താണ് എന്നല്ല, അത് വാജിബാണ് എന്ന് പോലും പറഞ്ഞവരുണ്ട്. അപ്പൊ ഏതിനാ കൂലിയുള്ളത്? അതല്ല, ഓരോന്നിനും അതിന്റെ ഓരോ സമയത്തും ചെയ്യേണ്ടത് ചെയ്യുക, അതിനാണ് ഏറ്റവും കൂലി. അതിന് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ. ഖുർആൻ ഇപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലാണ്, സുബ്ഹാന ചൊല്ലിയാലാണ് കൂടുതൽ കൂലിട്ടുക. അത് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാലാണ്. അതേ സമയത്ത് നിസ്കാരത്തിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നതിനല്ല കൂലി. ഫർദ് നിസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം സുബ്ഹാന ചൊല്ലുക, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. അത് വാരിദായ ദിക്റാണത്. അപ്പൊ ആ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക ഇബാദത്ത് വാരിദായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അത് ചെയ്യുന്നതിനാണ് കൂലി. മനസ്സിലായല്ലേ? പിന്നെ ഭൂമി വാങ്ങിയ ആൾ ഇപ്പോൾ സക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ ഫക്കീർ ആണ്, എന്നാൽ എന്ത് ചെയ്യും? ഭൂമി വാങ്ങിയ ആള് സക്കാത്ത് അയാളുടെ നിമ്മത്തിൽ അവിടെ കൊടുക്കും. അവിടെ അത് അയാൾ ഉത്തരവാദിത്തത്തിൽ കൊടുക്കും. ഭൂമി വാങ്ങിയ ആളെന്ത് ചെയ്തു? ഭൂമി വിറ്റുപോയി അല്ലേ? ഭൂമി വിറ്റുപോയി. അയാളാണെങ്കിൽ സക്കാത്ത് കൊടുക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ ആകെ പാപ്പൻ ആവുകയും ചെയ്തു. എന്നാൽ അത് അയാളുടെ ഉത്തരവാദിത്തത്തിൽ ആ സക്കാത്ത് അവിടെ കൊടുക്കും. ഏതുപോലെ മറ്റൊരാൾക്ക് മുതൽ കൊടുക്കാണ്ട് നിൽക്കുക. ഒരാളും പൈസ കടം വാങ്ങിയിരുന്ന് കടം വീട്ടാൻ സാധിക്കാതെ അയാളാകെ ഫക്കീറായി പോയി. ഇന്നാ എന്താ സ്ഥിതി? അതേ വിധി തന്നെയാണ് ഇതിനുള്ളത്. അതേ വിധി തന്നെയാണ്. പിന്നെ എത്ര വർഷമാണ് അയാളുടെ കസ്റ്റഡിയിൽ അത് ഉണ്ടായിട്ടുള്ളത്? അതിലൊക്കെ സക്കാത്ത് കൊടുക്കണം. എന്താ അവിടെ അത്ര ചിന്തിക്കാതില്ല. മറ്റുള്ളവർക്ക് മുതൽ കൊടുക്കാത്തത് പോലെ അതേ വിധി തന്നെയാണ്. വേറെ ആയിട്ട് നമ്മൾ പൈസ കടം വാങ്ങിയിരുന്ന് അത് തിരിച്ചു കൊടുക്കാൻ നിർബന്ധമല്ലേ? അതേപോലെ തന്നെയാണ് സക്കാത്ത്. അത് അതിന്റെ അവകാശികൾക്ക് കൊടുക്കാൻ നിർബന്ധമാണ്. മുതൽ കൊടുക്കാൻ പറ്റിയില്ല, അയാളാകെ പാപ്പരായി പോയി നിൽക്കുക. എന്നാലോ അത് അയാളുടെ ഉത്തരവാദിത്തത്തിൽ അവിടെ കൊടുക്കും. അങ്ങനെ അയാൾ മരിച്ചു നിൽക്കുക. മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മുതലുണ്ടെങ്കിൽ ആ കടം വീട്ടി ബാക്കിയുള്ള സ്വത്തെ അവകാശികൾക്ക് ഓരി ചെയ്ത് നിൽക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരാൾ കുറെ സക്കാത്ത് കൊടുക്കാണ്ടായിരുന്നു, അയാളുടെ ജീവിതകാലത്ത് കൊടുത്തിട്ടില്ല, അയാൾക്ക് മുതലുണ്ട്, മുതൽ ഉപേക്ഷിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചത്
എന്നാൽ ആ സക്കാത്ത് കൊടുക്കാനുള്ള സക്കാത്തൊക്കെ കൊടുത്ത് വീട്ടിയതിനു ശേഷമുള്ള ബാക്കിയുള്ള സ്വത്ത് മാത്രമേ അവകാശികൾക്ക് ഓഹരി ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇതിന്റെ കണക്ക്. എത്ര വർഷത്തേക്ക് കൊടുക്കാന്നാൽ അയാൾ ആ ഭൂമി കച്ചവടാവശ്യത്തിന് വേണ്ടി വാങ്ങിയ ആ ഭൂമി അയാളുടെ കൈവശം എത്ര വർഷമാണ് ഉണ്ടായതെങ്കിൽ അതിന്റെ ഒക്കെ സക്കാത്ത് ആൾ കൊടുക്കണം. ഇനി അയാൾക്ക് സാധിക്കൂല എന്നൊക്കെ എന്നാൽ അയാൾക്ക് മാർഗമൊക്കെ ഉണ്ട് സക്കാത്തിന് ഒഴിവാവാനില്ലേ? എന്താ മാർഗം? അത് കച്ചവടം മുതൽ അല്ലാതായിട്ട് അയാൾ നെയ്യത്ത് വെക്കുക. അതിന്റെ മാർഗം. കച്ചവടത്തിന് വേണ്ടി വാങ്ങിയതായിരുന്നു, 1-2 വർഷം വിറ്റ് പോയില്ല, 1-2 വർഷമായിട്ട് വിറ്റ് പോയില്ല. അപ്പൊ എന്ത് ചെയ്യാ? കഴിഞ്ഞ 2 വർഷത്തിന്റെയും സക്കാത്ത് കൊടുക്കുക അല്ലേ? ഇനി സക്കാത്ത് നിന്ന് അയാൾക്ക് ഒഴിവാകണം. അപ്പൊ അയാൾ നെയ്യത്ത് മാറ്റുക. ഈ ഭൂമി കച്ചവടത്തിനുള്ളതല്ല, ഈ കച്ചവടത്തിന് വേണ്ടി വാങ്ങിയ ഈ ഭൂമി ഞാൻ കച്ചവടാവശ്യത്തിന് വേണ്ടി അല്ലാതെ നീക്കി വെച്ചിരിക്കുന്നു എന്ന് അയാൾ മനസ്സിൽ കരുതുക. ഇനിയിപ്പോ അതെന്തല്ല, ഞാൻ കച്ചവടത്തിനുള്ളതല്ല, പിന്നെന്താണ്? അതായത് അയാളുടെ സ്വത്ത് എന്ന നിലക്കാണുള്ളത്. അപ്പോൾ സക്കാത്ത് കൊടുക്കും വേണ്ട. അപ്പൊ അതിനൊക്കെ മാർഗമുണ്ട് അല്ലേ? എന്താ അല്ലാഹു തആല തിരിഞ്ഞു ഒരു ഭൂമി വാങ്ങിയോ ഓനാകെ പെടുവോ? ഒരു ഭൂമി വാങ്ങിയോണ്ടോ ഓനാകെ പെടുന്നില്ല. ഭൂമി വാങ്ങി വിൽക്കാൻ വേണ്ടി വാങ്ങിയതെന്ന് പക്ഷെ വിറ്റ് പോണില്ല. 1-2 കൊല്ലം കഴിഞ്ഞ് 2 കൊല്ലത്തെ എത്ര വിൽക്കാനുള്ള നിയത്തോടു കൂടി എത്ര വർഷം അവന്റെ കസ്റ്റഡിയിൽ കിടന്നു. അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കണം. പിന്നെ ഇനി വിറ്റ് പോണില്ല, അവൻ ആ ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പൊ വേഗം എന്ത് ചെയ്താൽ മതി? അവൻ നിയത്ത് മാറ്റുക. അത് വിൽക്കാൻ ഉള്ളത് എന്നുള്ളതിൽ നിന്ന് മാറ്റി അവന്റെ ഒരു സ്വത്ത് എന്ന നിലക്ക് അവൻ മാറ്റുക. അപ്പൊ ഇനി സക്കാത്ത് നിർബന്ധമില്ലേനും. കാരണം നമ്മുടെ കയ്യിൽ എത്ര സ്വത്തുണ്ടെങ്കിലും എത്ര ഭൂമി എത്ര ഉണ്ടെങ്കിലും സക്കാത്തില്ലല്ലോ. കച്ചവടത്തിനാവുമ്പോഴല്ലേ സക്കാത്തുള്ളൂ. പിന്നെ ഒരാളെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. അയാൾ കൊല്ലം തികഞ്ഞ എന്താണ് ഈ ബറ്റങ്ങൾ? ഇങ്ങനെ എത്ര പറഞ്ഞാലും എന്താ നിങ്ങൾക്കത് നല്ലപോലെ ഒരു മനുഷ്യൻ വായിക്കാനും പറ്റുന്ന ആൾക്ക് എന്താ എഴുതിയാല്? അയാൾ കൊല്ലം തികയാനുള്ള കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ഒഴിവിട്ടൂടെ? ഇതൊക്കെ ഒന്നാകാണ്ട് കൂട്ടിയേക്ക് എങ്ങനെ വായിക്കുക? അയാൾ കൊല്ലം തികയാൻ നേരം സ്ഥലം വാങ്ങി എന്നാൽ സക്കാത്തുണ്ടോ? ഒരാൾ ഇല്ല, അപ്പൊ സക്കാത്തില്ല. ഒരാളുടെ അടുക്കൽ എന്ത് ചെയ്ത് 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, ഒരാളുടെ കയ്യിൽ 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. അങ്ങനെ ആ 10 ലക്ഷം ഉറുപ്പ്യക്ക് 1 വർഷം പൂർത്തിയാവണതിന്റെ കുറച്ച് മുമ്പായിട്ട് എന്ത് ചെയ്ത് ആ 10 ലക്ഷം ഉറുപ്പ്യക്ക് ആൾ വേറെന്തെങ്കിലും സാധനം വാങ്ങി. ഏത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഭൂമിയല്ലട്ടാ, കച്ചവടാവശ്യത്തിന് വേണ്ടി ഭൂമി വാങ്ങി നിൽക്കുക. എന്നാ സക്കാത്ത് കൊടുക്കണം. എങ്ങനെ? ആ 10 ലക്ഷം ഉറുപ്പ്യ ആളുടെ കയ്യിൽ എന്ന് വന്നു അന്ന് മുതൽ 1 വർഷം പൂർത്തിയായി തന്നെ ആൾ സക്കാത്ത് കൊടുക്കണം. ആ കച്ചവടത്തിനുള്ള ഭൂമി വാങ്ങിയോടെ നിൽക്കല്ല. മനസ്സിലാക്കണം. ഒരാളുടെ കയ്യിൽ നിസാബ് തികയുന്ന സംഖ്യ ഉണ്ടായി, ആ സംഖ്യക്ക് അയാൾ കച്ചവട സാധനം വാങ്ങി. എന്നാൽ കച്ചവടം തുടങ്ങിയോടെ മുതൽ 1 വർഷം പൂർത്തിയായാലല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. പിന്നെയോ നിസാബ് തികഞ്ഞ സംഖ്യ അയാളുടെ കൈവശം ഉണ്ടായോടെ മുതൽ 1 വർഷം പൂർത്തിയായാൽ സക്കാത്ത് കൊടുക്കണം. അല്ല, ഇത് മുതൽക്കല്ല, കച്ചവടം തുടങ്ങിയോടെ മുതൽക്കല്ല. അപ്പൊ ഇയാൾക്ക് 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ആ 10 ലക്ഷം ഉറുപ്പ്യ അയാൾ എന്ത് ചെയ്തു? 1 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് അയാൾ അതുകൊണ്ട് കച്ചവടാവശ്യത്തിന് വേണ്ടിയുള്ള ഭൂമി വാങ്ങിയതാണ് എങ്കിൽ ആ 10 ലക്ഷം ഉറുപ്പ്യ അയാളെ കൈ കിട്ടിയോടെ മുതൽ 1 വർഷം പൂർത്തിയാൽ തന്നെ അയാൾ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. നേരെ മറിച്ച് ആ 10 ലക്ഷം ഉറുപ്പ്യക്ക് ആൾ വാങ്ങിയത് കച്ചവടാവശ്യത്തിന് വേണ്ടി ഭൂമി അല്ല വാങ്ങിയത്. പിന്നെ സാധാരണ അയാളെ കുട്ടികൾക്ക് പെരകയറ്റാനോ അല്ലെങ്കിൽ പിന്നെ അതിന്റെ ആദായം എടുക്കാനോ അങ്ങനെയൊക്കെ സാധാരണ നമ്മൾ ഭൂമി വാങ്ങുമല്ലോ. ആ നിലക്ക് ഭൂമി വാങ്ങിയതാണ്. അതായത് കച്ചവടാവശ്യത്തിനും അല്ലാത്ത ഭൂമി വാങ്ങിയാണ്. എന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണ്ട. മനസ്സിലായല്ലേ? ഉദാഹരണം മുഹറം 1 ഒരാളുടെ കയ്യിൽ 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. പിറ്റത്തെ മുഹറം 1 ആകുന്നതിന് മുമ്പായിട്ട് അയാൾ എന്ത് ചെയ്തു? ആ 10 ലക്ഷം ഉറുപ്പ്യക്ക് അയാൾ സാധാരണ കച്ചവടാവശ്യത്തിന് അല്ലാതെയുള്ള ഒരു ഭൂമി അത് വാങ്ങി. എന്നാൽ പിന്നെ സക്കാത്ത് കൊടുക്കണ്ട. ക്ഷമിക്കണം ഉസ്താദ്, ഞാൻ മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഉസ്താദ് പറഞ്ഞ സമയത്ത് ഞാൻ ക്ലാസ് റൂമിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ളുഹർ സമയമാകുന്നതിന് മുമ്പ് ഖുതുബ തുടങ്ങിയാൽ ജുമാ ശരിയാകുമോ? ഹംബലി മദ്ഹബ് പ്രകാരം ശരിയാകും. ഇതിപ്പം ഇവിടെ വലിയൊരു വിഷയം നടക്കുക പോലെ, ഒരു വലിയൊരു വിഷയം. ഈ സിംസാർ ഹഖൂദവിന്റെ പ്രസംഗത്തിനെ കുറിച്ചുണ്ട് ഒരു വിഷയല്ലേ. അദ്ദേഹം എന്ത് പറഞ്ഞു? ഈ നമ്മളെ ഒരു കാര്യം, ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകുകയാണില്ലേ, ഒരാളുടെ ഈ പ്രസംഗത്തില് ഒരു സംശയം ഉണ്ടാകുന്നില്ലേ, അയാളെ എങ്ങനെങ്കിലും അങ്ങോട്ട് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കല്ലേ വേണ്ടത് അല്ലേ?
ആ വിഷയത്തിൽ ഉണ്ടാകുന്ന സംശയം അയാളോട് ചോദിക്കാൻ നോക്കുക. എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, അത് ആളുകൾക്ക് തെറ്റ്. അപ്പൊ അയാളൊരു വിശദീകരണം ഉണ്ടാവില്ല അല്ലേ? അയാളുടെ വിശദീകരണം എന്താണെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതാണ് വേണ്ടത്. ഇപ്പൊ ഒരു ചോദ്യം വന്നു ഇവിടെ. സൗദി അറേബ്യയിൽ ആള് ലുഹറിന് മുമ്പാണ് ഖുതുബ നടക്കാൻ ജുമാ സഹിയാകുമോ? എന്താ നമ്മൾ മറുപടി അറിയാം? സഹിയാവൂല അങ്ങനെ മറുപടി അറിയാൻ പറ്റുള്ളൂ അല്ലേ? നമ്മൾ കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു കേരളീയനായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ മറുപടി കൊടുക്കുകയാണെങ്കിൽ സഹിയാവുകയില്ല. കാരണം എന്താണ്? ഖുതുബ എന്താണ്? ലുഹറിന്റെ സമയത്തായിരിക്കണം. ഖുതുബയുടെ എല്ലാ അർക്കാനും അൽഹംദുലില്ലാ പറച്ചിലടക്കം അല്ലേ? അതിന്റെ ആദ്യത്തെ റുക്കനായ അൽഹംദുലില്ലാ പറയില്ലല്ലോ, അതടക്കം ലുഹറിന്റെ സമയത്താകണം. ലുഹറിന്റെ സമയം ആണതിന് മുമ്പാണ് ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. മറ്റു റുക്കിനോടൊക്കെ ലുഹറിന്റെ സമയത്തായിട്ടുണ്ട്, എന്നാലും ഖുതുബ സഹിയാവൂല. അതാണ് നമ്മുടെ മദ്ഹബിലെ. പക്ഷെ അതേ സമയത്ത് ഹംബലി മദ്ഹബ് അതല്ല. ഹംബലി മദ്ഹബ് പിന്നെ ലുഹറിന്റെ മുമ്പ് തന്നെ ഖുതുബ മാത്രമല്ല, നിസ്കാരം കഴിഞ്ഞ് നിൽക്കുക, എന്നാലും സഹിയാകുന്ന. കാരണം ലുഹാന്റെ സമയം മുതൽ അസറിന്റെ സമയം ആകുന്നത് വരെയൊക്കെ മുമ്പ് ജുമാന്റെ സമയം എന്ന ഹംബലി മദ്ഹബ്. എന്നാ തോന്നിട്ട് എന്റെ കൃത്യമായിട്ട് ഓർമ്മയില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ അങ്ങനെയാണുള്ളത്. ലുഹാന്റെ സമയം മുതൽ അസർ വരെ. അപ്പൊ ഞാൻ ഖുതുബല്ല, നിസ്കാരം തന്നെ ളുഹർ ബാങ്ക് കൊടുക്കേണ്ട മുമ്പ് നടന്നു നിൽക്കുക. എന്നാലും ഹംബലി മദ്ഹബ് അനുസരിച്ച് ആ ജുമാ സഹിയാണ്. അതാണ് ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ അങ്ങനെ സാധാരണ നടക്കാറുണ്ട് അല്ലെ? ളുഹറിന്റെ മുമ്പ് ഒരു 11 മണിക്ക് 11:30 ഖുതുബ തന്നെ തുടങ്ങും. അങ്ങനെ ലുഹർ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഖുതുബ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവും ചില ഏരിയകളൊക്കെ. അപ്പൊ സഹി ആകുമെന്ന് ചോദിച്ചാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് സഹിയാണ്, ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹി അല്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹി അല്ല. അപ്പൊ ഞാൻ ഷാഫി മദ്ഹബുകാരായ നിങ്ങള് പിന്നെ അതിൽ തുടരുകയാണെങ്കിലോ, അപ്പൊ നിങ്ങൾ ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യണം. അവിടെ ആ വിഷയത്തിൽ നിങ്ങൾ ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യണം. അപ്പൊ എന്നാ നമ്മൾ എപ്പോഴും അപ്പൊ ഹംബലി മദ്ഹബ് അനുസരിച്ച് അവന്റെ ഒളുവും സഹി ആവണം. ഹംബലി മദ്ഹബ് അനുസരിച്ച് അവന്റെ ഒളുവും സഹിയാണ്. ഹംബലി മദ്ഹബ് അനുസരിച്ച് ഒളു സഹിയാണ് എന്ത് മതി നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ ഒളു എടുക്കുകയാണെങ്കിൽ, ഷാഫി മദ്ഹബിലെ ഒളുവിന്റെ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ ഒളു ചെയ്യുകയാണെങ്കിൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ ഒളു സഹിയായിട്ടുണ്ടാവും. അപ്പൊ അവയവങ്ങളൊക്കെ തേച്ചടച്ച് കഴുകുക, ആദ്യത്തിൽ ബിസ്മി ചെല്ലുക, അതുപോലെ തന്നെ പിന്നെ തല മുഴുവൻ തടവുക, ചെവി തടവുക, അങ്ങനത്തെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ട് ഒരാൾ ഒളു ചെയ്തു. എന്നാൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ ഒളു സഹിയായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒളു എടുത്തു പോയ ഒരാള് അങ്ങനെ ജുമാക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഖുതുബ വഖത്തിന് മുമ്പ് തന്നെ നടത്തുകയാണ്. എന്നാലോ അപ്പൊ അവന് ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യാം. അങ്ങനെ അവൻ ജുമാ നിസ്കരിച്ചാൽ ആ ജുമാ സഹിയാകും, അല്ലെങ്കിൽ സഹിയാവും ചെയ്യൂല. അപ്പൊ ഞാൻ ഒരു ചോദ്യം അങ്ങനല്ലേ, എന്ത് അങ്ങനെ മദ്ഹബ് അങ്ങോട്ട് കൊണ്ട് മാറാൻ പറ്റും? അതൊക്കെ പറ്റും കുട്ടിയോടെ. മദ്ഹബ് ഒരാൾക്ക് ഷാഫി മദ്ഹബ് ആയിട്ട് ഒരാൾ ആയാൽ പിന്നെ ആൾക്ക് എന്നും മരിക്കുന്നവരേക്കും ഷാഫി മദ്ഹബ് ആണെന്നില്ല. അവർക്ക് സൗകര്യത്തിനനുസരിച്ച് മദ്ഹബ് മാറുകയൊക്കെ ചെയ്യാം. യാതൊരു വിരോധവും ഇല്ല ആ വിഷയത്തിൽ, ഒരു തകരാറുമില്ല. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് കാട്ടിക്കൂട്ടരുത് എന്ന്. അതാണ് പറയാൻ അർഹത ഉള്ള ആളുകൾ പറഞ്ഞത് കേൾക്കാം, അതല്ലുള്ള വിഷയം അല്ലേ? ബഹുമാനപ്പെട്ട മാലിക് ഇമാമ്, ഹനഫി ഇമാമ്, മറ്റേ ഹംബലി ഇമാമ്, ഇതൊക്കെ അങ്ങനെയുള്ള പിന്നെ ഷാഫി ഇമാമ്, അങ്ങനെയുള്ള മഹാന്മാര് റളിയല്ലാഹു അൻഹും ഇവരൊക്കെ പറഞ്ഞതനുസരിച്ച് അത് തഖ്ലീദ് ചെയ്തുകൊണ്ട് ചെയ്താൽ അമൽ സഹീഹാകും. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് കാട്ടിക്കൂട്ടരുത്. അതാ അപ്പൊ തഖ്ലീദ് ചെയ്യാതെ, ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്യാതെ നിസ്കാരം നിസ്കരിച്ചാലോ ഓന്റെ നിസ്കാരം ബാത്തിലാണ്, സഹിയാവൂല. അതേസമയത്ത് ആ വിഷയത്തിൽ ഹംബലി മദ്ഹബ് തഖ്ലീദ് ചെയ്താലോ ആ നിസ്കാരം സഹിയാവും ചെയ്യും. അപ്പൊ അതാണ്. അതുപോലെ തന്നെ പറഞ്ഞ സിംസാൽ ഹഖൂദവിന്റെ ഒരു വിഷയമല്ല, ഞാൻ കിട്ടിയാൽ എനിക്ക് അറിയട്ടെ, മുപ്പരെന്താ പ്രസംഗിച്ച് ഞാനും കേട്ടിട്ടില്ല. അദ്ദേഹം സാക്ഷിയില്ലാതെ വാപ്പന്ത് ചെയ്ത് എന്റെ മകളാണെങ്കിൽ ഞാൻ കെട്ടിച്ചെന്ന് പറഞ്ഞു അല്ലേ, എന്നാ എനിക്ക് സഹിയാവും. ഇന്നിപ്പോ ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിച്ചത്. ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല. ഞാൻ ഒന്നാമത് ഈ വാട്സപ്പിലും മറ്റതിലൊന്നും എന്താണ് വേറെ ഒന്നും കൂട്ടുന്നില്ല, എന്താണ് എന്റെ ഫേസ്ബുക്ക്, വാട്സപ്പ് അതിലൊന്നും ഇല്ലാത്തൊരാളായത് കൊണ്ട് പിന്നെ അവിടെ അതിലെന്താ നടക്കാനുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഇന്നിപ്പോ ഒരുപാട് ആള് നാട്ടിൽ നിന്നും പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് എന്താണ് അങ്ങനെ ചോദിക്കണത്. അപ്പൊ എന്താ അദ്ദേഹം അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടേ ഇപ്പൊ യാതൊരു ലെവലും ചില ആൾക്കാർക്കില്ലേ. ഒരു പെണ്ണിനെ എന്ത് ചെയ്ത് നിക്കാഹ് തീരുമാനിച്ച് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കണ്ട് പറ്റി, എന്നാ പിന്നെ തുടങ്ങും അവരായിട്ട് അങ്ങനെ സംസാരിക്കല്. അങ്ങനെ യാതൊരു ലെവലിൽ ഞാൻ സംസാരിക്കുക, ടെലിഫോൺ കൂടിയും അങ്ങനെ ഇതിനൊക്കെ സംസാരിക്കുക, ഒരു ലെവലില്ലാത്ത സംസാരം ഹറാമാണുള്ളത്. ഒരു അന്യ സ്ത്രീയല്ല നിക്കാഹ് ചെയ്യണതിന് മുമ്പായിട്ടത് അന്യ പെണ്ണോട് സംസാരിക്കാൻ പാടില്ല. വികാരത്തോടു കൂടി സംസാരിക്കാൻ പ്രത്യേകിച്ചും പാടില്ലാത്ത വിഷയമാണ്. അതേ സമയത്ത്
അത് നിക്കാഹി കഴിഞ്ഞിട്ടാണെങ്കിലോ, നിക്കാഹി കഴിഞ്ഞിട്ടാണെങ്കിൽ അവൾക്ക് സംസാരിക്കാം. അപ്പൊ നിക്കാഹി കഴിയണമെങ്കിൽ ഇപ്പൊ എന്തെല്ലാം വേണല്ലേ? നിക്കാഹിന് എന്തെല്ലാം നിബന്ധനകളുണ്ട്? ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്തെല്ലാം നിബന്ധന ഉണ്ട്? ആ 2 സാക്ഷിയോട് വേണം. പക്ഷെ ഹംബലി മദ്ഹബ് അനുസരിച്ച് എന്ത് വേണ്ട? നിക്കാഹ് സഹീഹ അതായിരിക്കാം ഇയാൾ പറഞ്ഞ എനിക്കറിയില്ല കേട്ടോ. ഞാൻ അദ്ദേഹത്തോട് ആ വിഷയത്തിൽ നേരിട്ട് ചോദിക്കണം, എന്നാലും ഇപ്പൊ അതിനെ പറ്റി അറിയുള്ളൂ. ഹംബലി അല്ല, മാലിക്കി മദ്ഹബ് പ്രകാരം പിന്നെ നിക്കാഹ് സഹീഹ ആവണമെങ്കിൽ, ഞാൻ ഒരു മിനിറ്റ്, അത് മാലിക്കത്ത് അദ്വാർക്കാൻ മാലിക്ക മദ്ഹബിൽ നിക്കാഹിന്റെ റുക്കുനുകൾ 5 മാലിക്ക മദ്ഹബിൽ നിക്കാഹിന്റെ റുക്കുനുകൾ 5. ഒന്ന് വലിയ വേണം. പിന്നെ രണ്ടാമത്തെ മഹർ. മഹർ അപ്പൊ കൊടുത്തോണമെന്നില്ല, എന്നാ മഹർ ഉണ്ടായാൽ മതി. മഹർ അത് നിക്കാഹിന്റെ സമയത്ത് ഒഴിവാക്കി പോകണമെന്നില്ല, മഹർ കൊടുക്കണം. പിന്നെ അത് നിക്കാഹിൽ അത് പറയൽ നിബന്ധനയില്ല. മൂന്നാമത്തെ സൗജ് ഭർത്താവേ, 4 സൗജത്ത് പെണ്ണ്, അവ 4ആയില്ലേ. പിന്നെ 5 സീഹ, എന്റെ മകളാണ് ഞാൻ കെട്ടിച്ചെന്ന്. സാക്ഷിയോട് മാലിക്കി മദ്ഹബിൽ നിക്കാഹിന്റെ റുക്നിൽ ഇല്ല. മാലിക്കി മദ്ഹബിലെ നിക്കാഹിന്റെ റുക്ന് 5 ഒന്ന് ഏതൊക്കെയാണ്? ഒന്ന് പെണ്ണിന്റെ വലിയ, പിന്നെ ഒന്ന് പുതിയാപ്പള, ഒന്ന് പുതിയെണ്ണ്, അവ 3ആയി അല്ലേ. 4 മഹർ, 5 നിക്കാഹിന്റെ സീഹ, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നു എന്നറിഞ്ഞു അവൻ. ഞാൻ സ്വീകരിച്ചു എന്ന് അവനും പറഞ്ഞു. അപ്പൊ എന്തായി ഇവിടെ? നിക്കാഹ് സഹിയായിട്ടുണ്ട്. നിക്കാഹ് സഹിയാണ്, സാക്ഷികൾ വേണ്ട. സാക്ഷിന് ജിമാഇന്റെ മുമ്പായിട്ട് സാക്ഷിനെ ഹാജരാക്കണം എന്നാ മാലിക്കി മദ്ഹബ്. ഈ നിക്കാഹ് സഹിഹാവാൻ സാക്ഷി വേണ്ട. പക്ഷെ അവന് ജിമാഅ് സഹിഹാവണമെങ്കിൽ എന്ത് വേണം? അത് അനുവദിക്കപ്പെടണമെങ്കിൽ അത് സാക്ഷി വേണം. അപ്പൊ വീട്ടിൽ കൂട്ടുന്നതിന് മുമ്പായിട്ട് സാക്ഷിനെ ഹാജരാക്കിയാൽ മതിയെന്നാ മാലിക്കി മദ്ഹബ്. അപ്പൊ സംസാരിക്കുകയോ, നിക്കാഹ് സഹിയായിട്ടുണ്ട്, സംസാരിക്കുകയോ ചെയ്യാം. അതായിരിക്കാം പക്ഷെ ഇയാൾ പറഞ്ഞിട്ട് എനിക്ക് ഉറപ്പില്ല. അതായിരിക്കാം ഒരു പക്ഷേ സിംസാർ ഹഖ് ഹുദൈ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞാലേ യാതൊരു ലക്കും ലഗാനവും ഇല്ലാതെ അന്യ സ്ത്രീയോട് ഇങ്ങനെ സംസാരിക്കുക, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുക, അതിനേക്കാൾ നല്ലതാണല്ലോ ഏതെങ്കിലും ഒരു മദ്ഹബ് ഇല്ലേ, ഏതൊരു അത് പറ്റുന്ന സാക്ഷികളില്ലാതെ തന്നെ ഇങ്ങനെ വാപ്പി മരുമാനും കൂടി മാത്രം സീറ അങ്ങോട്ട് കൊണ്ട് കൈമാറി അങ്ങനെ എന്നാൽ സംസാരം അനുവദനീയമാണ് എന്ന് പറയുന്നൊരു മദ്ഹബ് ഉണ്ട് എങ്കിൽ ആ മദ്ഹബ് തഖ്ലീദ് കൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറ്റക്കാരനല്ലല്ലോ. ആദ്യൊരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു തആല ഒരു മനുഷ്യനെ ശിക്ഷിക്കൽ എപ്പോഴാക്കണ്ട? പറയാൻ അർഹതയുള്ള ഒരു ഇമാമും പറയാത്ത കാര്യം ചെയ്യുമ്പോഴാണ്. ഒരു കാര്യം ഒരു മദ്ഹബ് ഹറാമാക്കി, വേറെ മദ്ഹബ് അനുവദനീയമായി. ആ അനുവദനീയമാണെന്ന മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാണ് ഒരാൾ ആ കാര്യം ചെയ്യുന്നെങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കൂല. അവന്റെ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടുകയാണ്, എന്നാലും അല്ലാഹു തആല ശിക്ഷിക്കുള്ളൂ. പറയാൻ അർഹത ഉള്ള ആൾ പറഞ്ഞത് കേട്ടുകൊണ്ടാണ് അവൻ ചെയ്യുന്നത് എങ്കിൽ അതിന്റെ പേരിൽ അല്ലാഹു തആല ശിക്ഷിക്കൂലാണ്. അപ്പൊ ഏതായാലും ശരി, ഇതിപ്പോ ഞാനിപ്പോ ഇത് ഇയാളെന്താ പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തോട് ഞാൻ ആ കാര്യം വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ ഇതായിരിക്കാം അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കി പറഞ്ഞത് മാത്രമാണ്. പിന്നെ ഖുർആൻ തുറന്ന് വെച്ച് മൊബൈൽ തൊടാൻ ഒളു വേണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറുപടി. ഒരാളുടെ കയ്യിൽ 50,000 ഉണ്ട്, ഒരു മാസം കഴിഞ്ഞു 5,000 അതിൽ ഇട്ടു, അപ്പൊ 55,000 ആയി അല്ലേ. ഓരോ മാസത്തിലും 5,000 ഇട്ടു. 50,000 ഉണ്ടായത് മുതൽ ഒരു വർഷം വരെ ആയാൽ ആ 50,000ത്തിന്റെ സക്കാത്ത് മാത്രമല്ലേ കൊടുക്കേണ്ടതുള്ളൂ? അതെ, അത്രത്തിനുള്ളൂ. ഇനി ഒരു വർഷം ആയാൽ മൊത്തം കൂട്ടി സക്കാത്ത് കൊടുത്താൽ സഹിയാകുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരാളുടെ കയ്യിലെ ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹറം 1 ഒരാളുടെ കയ്യിൽ 50,000 വന്നു. അപ്പൊ നിസാബ് തികഞ്ഞ സംഖ്യ ഉണ്ടായാലല്ലേ, ഒരു 10-25,000 റുപ്യ ഉണ്ടായാൽ മതി. നിസാബ് തികയാൻ 595 ഗ്രാം വെള്ളിയുടെ സംഖ്യ 10-25,000 റുപ്യ മതി. അപ്പൊ ഏതായാലും ശരി, നിസാബ് തികഞ്ഞ സംഖ്യ അയാളുടെ അടുക്കൽ ഉണ്ടായി 50,000 റുപ്യ ഉണ്ടായിട്ടുണ്ട് മുഹറം 1. അപ്പൊ അതിന്റെ സക്കാത്ത് ഈ 50,000 അയാൾ ഒരു വർഷം സൂക്ഷിച്ചു വെക്കുകയും ചെയ്തു. ആ ഒരു വർഷത്തിനിടയിൽ നിസാബിന്റെ സംഖ്യയെക്കാളും താഴെ പോയിട്ടുമില്ല. അങ്ങനെ ഒരു വർഷം അയാൾ സൂക്ഷിച്ചു വെച്ചു. എന്നാൽ അതിന്റെ സക്കാത്ത് അതിന്റെ ഒരു വർഷം പൂർത്തിയാകുന്ന സമയത്ത് കൊടുക്കണം. പിന്നെ മുഹറത്തിനാണ് പിന്നെ മുഹറം 1 അയാൾക്ക് 50,000 ഉണ്ടായത്. അത് പിറ്റത്തെ മുഹറം 1 മുമ്പ് ദുൽഹജ്ജ് 30 ആയപ്പോ എന്ത് ചെയ്ത് ഒരു വർഷം പൂർത്തിയായി, അതിന്റെ സക്കാത്ത് അപ്പൊ കൊടുക്കണം.
പിന്നെ മുഹറം സഫറിൽ 5000 റുപ്യ വന്നിട്ടുണ്ട്. 5000 സക്കാത്ത് ഉണ്ടാ ഇല്ല. സഫർ റബീഉൽ അവ്വലും 5000 ആളെ കയ്യിൽ വന്നിട്ടുണ്ട്. അതിന് സക്കാത്ത് ഉണ്ടാവും. 10000 സക്കാത്ത് ഉണ്ടാ ഇല്ല. നിസാബ് കഴിഞ്ഞിട്ടില്ല. ജമാഅത്തുൽ അവ്വലും അയാളെ അടുക്കൽ എന്തുണ്ട് 5000 വന്നിട്ടുണ്ട്. അപ്പൊ 15000 ആയി. ജമാഅത്തുൽ ആഖിറിലും 5000 വന്നിട്ടുണ്ട്. അപ്പൊ 20000 ആയി. 20000 റുപ്യക്ക് 595 ഗ്രാം വെള്ളി കിട്ടുമോ? ഇല്ലല്ലേ. പിറ്റത്തെ മാസമാകുമ്പോൾ 25000 റുപ്യ ആയിട്ടുണ്ട്. പിറ്റത്തെ മാസമാകുമ്പോൾ അല്ലെ? ഏത് ഷഅബാൻ ആയപ്പോഴേക്കും, ഷഅബാൻ തന്നെ ആകുക എങ്ങനെയാലും ശരി, ഷഅബാൻ ആയപ്പോഴേക്കും അയാളെ കയ്യിൽ 25000 റുപ്യ വന്നിട്ടുണ്ട്. ഏത് ഈ സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ഇങ്ങനെ ഓരോ മാസം 5000 വന്നു. ആ 5000 കൂട്ടി 25000 ആയി. പിന്നെ അപ്പൊ നിസാബ് തികഞ്ഞു. 25000 ആയപ്പോൾ അവിടെ നിസാബ് തികഞ്ഞു. അപ്പൊ അതിന്റെ സക്കാത്ത് ഇനി അതുമുതൽ 25 പിന്നെ ഇപ്പൊ സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാഅത്തുൽ ആഖിറിലാണ്. ജമാഅത്തുൽ ആഖിർ അവസാനത്തിലാണ് 25000 തികഞ്ഞത്. ആ പിറ്റത്തെ ജമാഅത്തുൽ ആഖിർ അവസാനത്തിൽ എന്ത് ചെയ്യണം? പിന്നെ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ ഈ 25000 സക്കാത്ത്. അപ്പൊ ആദ്യത്തെ 5000 സക്കാത്ത് പിറ്റത്തെ മുഹറം 1 മുമ്പായിട്ട് കൊടുക്കണം. ഈ 25000 സക്കാത്ത് പിന്നെ ജമാഅത്തുൽ ആഖിറിൽ നമ്മൾ കൂട്ടിയത് അതിന്റെ അവസാനത്തെ ദിവസം അവസാനത്തിലാവും കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ് വേണ്ടത്. മനസ്സിലായല്ലേ? ഓക്കെ. കച്ചവടത്തിന്റെ സക്കാത്ത് നാട്ടിൽ കൊടുത്താൽ മതിയോ? പറ്റില്ലെങ്കിൽ എത്ര കാലം നാട്ടിലാ കൊടുത്തത് എന്ത് ചെയ്യണം? പറ്റൂല. എന്നെ എന്ത് വെച്ചാൽ ആദ്യമാണ്ട് കൊടുത്തത് നാട്ടിൽ എന്ത് ചെയ്താണ്ട് കൊടുത്തത് ആരോടും അന്വേഷിക്കാതെ ഓരോരുത്തർ തോന്നി ചെയ്യാൻ പറ്റൂല്ലോ. കച്ചവടത്തിന്റെ സക്കാത്ത് ആ കച്ചവട സ്ഥാപനം എവിടെയാണോ നിൽക്കുന്നത് അവിടെയുള്ള ആ മഹല്ലിലെ അവകാശികൾക്കാണ് കൊടുക്കേണ്ടത്. ഇതിനു മുമ്പ് അങ്ങനെ കൊടുത്തു നിൽക്കുക. നാട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊക്കെ ഇവിടുത്തെ അവകാശികൾക്ക് അത്ര കൊടുക്കുക. അതിന്റെ മാർഗം അതൊക്കെ ഇവർക്ക് കിട്ടേണ്ട സ്വത്താണല്ലോ. ഇവർക്ക് ലഭിക്കേണ്ടുന്നത് അല്ലേ? എനിക്ക് കിട്ടേണ്ടത് വേറെ കൂട്ടർ കൊടുത്തു. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചത്. ഞാൻ എനിക്ക് തന്നെ തരാൻ പറഞ്ഞു. ഞാൻ പറയാ നിങ്ങൾക്ക് തരാനുള്ളതായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇതൊക്കെ എന്ത് ചെയ്തു? ഞാൻ വേറെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് ഒന്നുകിൽ ആ അടുത്ത് വാങ്ങിട്ട് എനിക്ക് തരിക. ഞാൻ അത് തരുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തരും. നിങ്ങളാണ് എനിക്ക് തരാനുള്ളത്. നിങ്ങൾ എനിക്ക് തരിക എന്നെ. അത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതും സഹി ആയിട്ടില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതൊക്കെ അത്ര സംഖ്യ ഇവിടെയുള്ള അവകാശികൾക്ക് തന്നെ കൊടുക്കുക. പിന്നെ അൽഹംദുലില്ലാ, എനിക്ക് ഒരു ആൺകുട്ടി കൂടി പിറന്നു. അൽഹംദുലില്ലാ. ദുആ ചെയ്തവർക്കും ആമീൻ പറഞ്ഞവർക്കും നന്ദി. മക്കൾ സ്വാലിഹാൻ ദുആ ചെയ്യുക. നമ്മുടെ അബ്ദുള്ള തോട്ടക്കാട് ഒരു പിയാൻ അടിച്ചാണ് നേരത്തെ. അപ്പോ അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി, ഭാര്യ ഗർഭിണിയാണ് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു. നമ്മൾ ദുആ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ ആൺകുട്ടി ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് സിഹത്തും ആഫിയത്തും അള്ളാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ട് ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവനെ ഉന്നതനാക്കട്ടെ. അള്ളാഹു അവനെ മുസ്ലിം ഉമ്മത്തിന്, കുടുംബത്തിന്, ദീനിന് ഉപകരിക്കുന്നവനാക്കട്ടെ. ആമീൻ. എല്ലാ വക ഷർറിനെ തൊട്ടും, എല്ലാ ജിന്ന്, പിശാജ്, മറ്റു ഉപദ്രവങ്ങൾ അതിൽ തൊട്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഫിത്ർ സക്കാത്ത് റൂമിൽ തന്നെ ഉള്ള മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? അവന് വേറെ മെസ്സ് ആണ്. അവന് വേറെ മെസ്സായാലും വേണ്ട, നിങ്ങളുടെ മെസ്സ് തന്നെ ആരും വേണ്ട. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. അവന് സക്കാത്ത് കൊടുക്കുകയോ ചെയ്യാം. അവന് വേറെ മെസ്സയിൽ നിങ്ങളെ കൂടിയുള്ള മെസ്സാണെന്ന് വെച്ചാൽ എന്നാലും അതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ അപ്പോ ഫിത്ർ സക്കാത്ത് ഇന്ന് മാത്രമല്ല, നമ്മുടെ റൂമിലൊക്കെ ഒരാളിൽ അവർക്ക് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ സ്വന്തം അടുത്ത കുടുംബക്കാര്, അയൽവാസികൾ, നമ്മുടെ കൂടെയുള്ളവർ, ഇവരൊക്കെ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകളാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാളും ഉത്തമം ഇവർക്ക് കൊടുക്കലാണ്. പിന്നെ എന്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമാണ്? ഉസ്താദെ, ഞാൻ സുബ്ഹി നിസ്കാരം എല്ലാം അന്ന് ഇതുണ്ടാ ബാബുറയ്യാന്റെ സമയമായിട്ടുണ്ട് അറിയിക്കണേ. അന്നൂര് എന്റെ സമയം ആള് തയ്യാറായിരിക്കണം. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനിപ്പോ മൈക്കെടുത്തിട്ട് തുടങ്ങിയതാണ്. ഇല്ല അന്നില്ലേ? ഉണ്ടെങ്കിൽ അറിയിക്കണം. അതിന്റെ വേറെ വിവരങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. വേറെ ആരും സംസാരിക്കാണ്ടെങ്കിലോ ഒക്കെ. ഞാൻ കാര്യമായിട്ടൊന്നും ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കാന്നല്ലാതെ അന്ന് കിസ്സല്ലേ, എന്റെ കാര്യങ്ങൾ നോക്കുക, എന്റെ ഈ ചോദ്യങ്ങൾക്ക് വരണ മറുപടി നോക്കുക, അതിന് മറുപടി പറയാന്നല്ലാതെ ഇപ്പൊ സാധാരണ റൂമിൽ അങ്ങനെ വല്ലാതെ അമീറിനെ പോലെയുള്ള മുഹമ്മദ് കുട്ടി, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മുസ്തഫ മുസ്തു, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താണ് ആ കോട്ടുമല കോംപ്ലക്സിന്റെ എന്താ കുട്ടിന്റെ അല്ല എന്താണ് ഈ പേര്,
എന്തൊരു ഫസൽ ഫാസു അല്ലേ, അങ്ങനെയുള്ള പല ആളുകളും, ചെറുപ്പക്കാരായ ആളുകൾ, നമ്മുടെ അബ്ദുള്ള തോട്ടക്കാട് പോലെയുള്ള ധാരാളം ആളുകൾ പിന്നെ ഇത് റൂം നിയന്ത്രിക്കാൻ ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള നല്ലൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂമിൽ എന്തെല്ലാം പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. പിന്നെ ഉസ്താദ്, എന്റെ കൂട്ടുകാരന് ഒരു കുട്ടി ജനിച്ചു. അവന് വേണ്ടി ഉസ്താദ് ദുആ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടികളൊക്കെ സ്വാലിഹീങ്ങളാകട്ടെ, മുത്തഖീങ്ങളാകട്ടെ. അത് അള്ളാഹുവിന്റെ ദീനിന് വലിയ മുതൽക്കൂട്ടാകട്ടെ ആ കുട്ടികളൊക്കെ. അങ്ങനെയാണല്ലോ അപ്പം ഈ ജനിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും അടുത്ത കാലത്ത് വലിയ പ്രഗത്ഭരായ ആളുകളൊക്കെ ആവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളൊക്കെ ഉന്നതരാക്കട്ടെ, ദീനിനെ ഉപകരിക്കുന്നവരാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഞാൻ ശനി വൈകുന്നേരം നാട്ടിൽ പോകുന്നു. സ്വാലിഹായ ഭാര്യയെ ലഭിക്കാനും യാത്ര സുഖമായി നാട്ടിലെത്താനും എന്റെ മാതാപിതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യണം. ഇനി റേഡിയോയിൽ ആയിരിക്കും. എല്ലാവരോടും എന്റെ സലാം പറയുക. അസ്സലാമു അലൈക്കും. നമ്മുടെ സുഹൃത്ത് അല്ലേ, അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് നല്ല സ്വാലിഹത്തായ സൽസ്വഭാവിയായ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല വിവേകവും തന്റേടും ഒക്കെയുള്ള കുടുംബത്തെയും ഭർത്താവിനൊക്കെ ശരിക്കും സ്നേഹിക്കുന്ന, അനുസരിക്കുന്ന, നിങ്ങളുടെ മനസ്സിന് ശരിക്ക് കുളിർമ നൽകുന്ന നല്ലൊരു ഇണയെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. അതിൽ അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. യാത്രക്ക് അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി തരട്ടെ. മാതാപിതാക്കൾക്ക് അള്ളാഹു അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിലെ പകൽ നോമ്പുകാരനല്ലാതെ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പ്രായശ്ചിത്തം ചെയ്യണോ? 60 ഡേ നോമ്പ് പോലെ ഇതൊക്കെ നടന്നിട്ടുണ്ടാവും. അതപ്പോ ഇങ്ങനെ പേടിച്ച് ചോദിക്കണതേ അല്ലേ? എന്താ റമളാനില് നോമ്പുകാരനല്ലാതെ ഭാര്യക്കും ഭർത്താവിന് നോമ്പെന്ന് നോമ്പുകാരനല്ലാതെ ഞാൻ ബന്ധപ്പെട്ട് അപ്പൊ അതിന് പ്രായശ്ചിത്തം കൊടുക്കണമെന്ന് വേണ്ട. ഏതായാലും ശരി, അതിന് പ്രായശ്ചിത്തമൊന്നുമില്ല. കാരണം കൂടാതെ നോമ്പ് മുറിച്ചിട്ടുണ്ടെങ്കിൽ അതേ പേരിൽ കുറ്റക്കാരനാണ് എന്നല്ലാതെ അപ്പൊ ഈ ഭർത്താവ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പ്രായശ്ചിത്തമില്ല. കഫാത്ത് കൊടുക്കണ്ട. കഫാത്ത് കൊടുക്കേണ്ടത് എന്താണ്? ജിമായി ചെയ്തുകൊണ്ട് നോമ്പ് മുറിച്ചു. റമളാനിലെ നോമ്പ് സംയോഗം ചെയ്തുകൊണ്ട് മുറിച്ചു. അതിന്റെ മുമ്പ് നോമ്പ് മുറിച്ചിട്ടില്ല. ആ സംയോഗം ചെയ്യൽ മൂലാണ് മുറിച്ചത്. അങ്ങനെയാണ് ആ നോമ്പ് മുറിഞ്ഞത്. എന്നാലേ കഫാറത്തുള്ളൂ. റേഡിയോയിൽ ക്ലാസ് റൂം കേൾക്കുന്ന ഒരു സഹോദരൻ ചോദിക്കാൻ ഏൽപ്പിച്ചതാണ്. ആയിക്കോട്ടെ, മൂപ്പര് സംഭവിച്ചതില്ലാന്ന് അറിയിക്കാൻ വേണ്ടിയാണ് പറയും. റേഡിയോയിൽ അയാൾ ചോദിക്കാൻ പറഞ്ഞതാണ്. ആയിക്കോട്ടെ. അപ്പൊ ആരാണെന്ന് വെച്ചാൽ നമ്മള് ഐഡിയ അറിയില്ല, നിങ്ങളും അറിയില്ല, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്റെ ഉസ്താദെ, ബാങ്ക് വിളിക്കുമ്പോ ചെവിയുടെ മുകളിൽ കൈവെക്കുന്നത് എന്തിനാണ്? അത് നല്ലതാണ്, സുന്നത്താണ്. ആ ശബ്ദം നന്നായി കൂടുതൽ ദൂരത്തേക്ക് പോവാനാണ്. ചെവിന്റെ മേലെ അങ്ങനെ കൈ വെച്ചിട്ട് ബാങ്ക് കൊടുക്കുകയാണെങ്കിലേ ശബ്ദം കൂടുതൽ ഉയർത്താൻ സാധിക്കും, കൂടുതൽ ദൂരത്തേക്ക് ശബ്ദം പോവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ വെക്കൽ സുന്നത്താണെന്ന്. കൊല്ലം പൂർത്തിയാവുന്നതിന് മുമ്പ് കച്ചവട സക്കാത്ത് നൽകാമോ? കൊല്ലം തികയുന്നതിന് മുമ്പ് സക്കാത്ത്, നിസാബ് തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കാന്നാണ്. നിസാബ് തികഞ്ഞാൽ സക്കാത്ത് കൊടുക്കാം, വർഷം പൂർത്തിയായിട്ടില്ലെങ്കിലും ശരി. പക്ഷെ അവിടെ കച്ചവടത്തിന് സക്കാത്തൊക്കെ ആകുമ്പോഴേ അത് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം. കാരണം പിന്നെ കച്ചവടം ഈ കൊല്ലം പൂർത്തിയായ സമയത്ത് എത്ര ഉറുപ്പിയുടെ ചരക്കുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണല്ലോ. അപ്പൊ ആദ്യം കൊടുത്തത് അതിനേക്കാളും കുറവാണെങ്കിൽ ഇപ്പൊ വീണ്ടും കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ പ്രശ്നം വരും. നിസാബ് തികഞ്ഞു, വർഷം പൂർത്തിയായിട്ടില്ല, എന്നാലും സക്കാത്ത് കൊടുക്കാം. പിന്നെ എല്ലാ വിഷയങ്ങളിലും തഖ്ലീദ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റും. ഒരാളുടെ ജീവിതത്തിൽ മുഴുവൻ എല്ലാ കാര്യങ്ങളും ഒരു മദ്ഹബ് അനുസരിച്ച് തഖ്ലീദ് അങ്ങനെ ചെയ്യാം. അതല്ല, ഇനി ചില വിഷയങ്ങളിലൊക്കെ ഒരു മദ്ഹബ്, വേറെ ചില വിഷയങ്ങളിൽ വേറെ മദ്ഹബ്, അങ്ങനെ തഖ്ലീദ് ചെയ്യാം. പക്ഷേ തെൽഫീഖ് ഉണ്ടാകാൻ പാടില്ല. അതായത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു നിലക്കും അവന്റെ അമൽ സഹീഹാവാത്ത രൂപം ഉണ്ടാകാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ തലയിൽ നിന്ന് അല്പം മാത്രമേ തടവിട്ടുള്ളൂ.
തലേന്ന് അല്പം മാത്രമേ തടവിട്ടുള്ളൂ. അപ്പൊ അവന്റെ വുളു ഷാഫി മദ്ഹബ് അനുസരിച്ച് സഹിയാണല്ലേ. അങ്ങനത്തെ ഒരു മനുഷ്യൻ ചെയ്ത് ഒരു അന്യ പെണ്ണിനും തൊട്ട് എന്നിട്ട് എന്ത് ചെയ്തു നിസ്കരിക്കുകയാണ്. ഇപ്പൊ അവന്റെ ആ നിസ്കാരം സഹിയല്ല എന്നാണ് ആര് പറയാ? പിന്നെ മാലികി അല്ല ഷാഫി മദ്ഹബും ഷാഫി ഇമാമും ഹനഫി ഇമാമും എല്ലാവരും പറയുവാൻ നിസ്കാരം സഹിയല്ല എന്നല്ലേ. എന്താ കാരണം? അവന്റെ നിസ്കാരം സഹിയല്ല എന്ന് ഷാഫി ഇമാം പറയാൻ കാരണം അവന്റെ ഒതു മുറിഞ്ഞിട്ടുണ്ട്, അന്യ പെണ്ണവൻ തൊട്ടിട്ടുണ്ട് എന്നാ ഷാഫി ഇമാമ ന്യായം പറയാം. എന്നാ അന്യ പെണ്ണെ തൊട്ടാ ഒതു മുറിയില്ല ഹനഫി മദ്ഹബ് അനുസരിച്ച്. പക്ഷെ ഹനഫി ഇമാം അവന്റെ നിസ്കാരം സഹിയായിട്ടില്ല എന്ന്. കാരണം എന്താണ്? ഓൻ തലയിൽ നിന്ന് അല്പം മാത്രമേ തടവിട്ടുള്ളൂ, അവന്റെ ഒതു സഹിയല്ല, അതുകൊണ്ട് ഓന്റെ നിസ്കാരം സഹിയല്ല എന്ന് ഹനഫി ഇമാം പറയും. അപ്പൊ ആ രീതിയിലാവരുത് എന്ന്. അപ്പൊ ഒരു നിസ്കാരത്തിന്റെ വിഷയത്തിൽ പിന്നെ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ വുളുവും തന്നെ ഹനഫി ഇമാമിന്റെ മദ്ഹബ് അനുസരിച്ച് വുളു സഹിഹാവണം. അപ്പൊ അതിനാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ മദ്ഹബിലെ എല്ലാ സുന്നത്ത് കൊടുത്തിട്ട് വുളു ചെയ്യുകയാണെങ്കിൽ എല്ലാ മദ്ഹബ് അനുസരിച്ചും അവന്റെ വുളു സഹിഹായിട്ടുണ്ടാവും പറഞ്ഞ അതിനാണ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. 2 ദിവസം മുമ്പ് എന്റെ ഭാര്യയുടെ ഉപ്പാക്ക് വേണ്ടി ക്ലാസ് റൂമിൽ ദുആ ചെയ്തിരുന്നു. സർജറി കഴിഞ്ഞു സുഖമായി ഇരിക്കുന്നു. ഇന്ന് ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫയും സിഹത്തും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ത്വാഅത്തിലേക്ക് കൊണ്ട് സിഹത്തോട് കൂടി ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഒരാൾ ലക്ഷത്തിന്റെ കുറിയിൽ കൂടി സക്കാത്തിന്റെ കണക്ക് ആയതിന്റെ ശേഷം മുതൽ അത് സക്കാത്ത് കൊടുക്കണോ ആവുകയാണോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ 1 ലക്ഷം റുപ്യന്റെ സക്കാത്തിലാണ് കുറിയിലാണ് കൂടിയത്. 16 റുപ്യാണ് നറുക്കെന്ന് വിചാരിക്കുക. 16 റുപ്യാണ് ഒരു നറുക്കിൽ. 10 മാസം കൂടുമ്പോഴാണ് അത് ആയാലാ കിട്ടുക. അല്ല, അതിന്റെ കണക്ക് അങ്ങനെയല്ലേ. 10 മാസം കിട്ടിയാലും സക്കാത്തിൽ 1 വർഷം പൂർത്തിയാവണ്ടല്ലേ. അങ്ങനെ വേണ്ടത് ഇങ്ങനെ ആയിക്കോട്ടെ അല്ലേ. 2 ലക്ഷം റുപ്യന്റെ സക്കാത്ത് ആയിക്കോട്ടെ. ഇനി 2,40,000 ആയിക്കോട്ടെ. എന്നാലും ഒരു സുഖം ഉണ്ടല്ലോ അല്ലെ. 2,40,000 കിട്ടിയാലും കിട്ടുക. 2 വർഷമാണ് പിന്നെ കഴിഞ്ഞാലാണ് സക്കാത്ത്. അത് കാലം കൂടുക. ഒരു നറുക്കിന് 10,000. എന്നാൽ ഇപ്പോൾ ആദ്യത്തെ മാസം 16 റുപ്യ അടച്ചു അല്ലെ. 2ാമത്തെ മാസം അടച്ചപ്പോ 20,000. 3ാമത്തെ പ്രാവശ്യം 30,000. അപ്പൊ നിസാബ് തികഞ്ഞ സംഖ്യക്കുള്ള അല്ലെ അവന് ലഭിക്കേണ്ടുന്ന സംഖ്യ നിസാബ് തികഞ്ഞ സംഖ്യ 3ാമത്തെ മാസത്തോടു കൂടി അവൻ അടച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി ആ 3ാമത്തെ മാസം പൂർത്തിയായിട്ടും 1 വർഷം പൂർത്തിയായാൽ നിസാബ് തികഞ്ഞ 30,000 റുപ്യ അല്ലെ. നിസാബ് തികഞ്ഞ 1 വർഷം പൂർത്തിയായ 30,000 റുപ്യ അവന്റെ അടുക്കൽ ഉണ്ട്. അപ്പൊ അതിന്റെ 2% ആ സമയത്ത് സക്കാത്ത് കൊടുക്കണം. അങ്ങനെയാണ്. എന്റെ വീട്ടിൽ എല്ലാവർക്കും ഫിത്ർ സക്കാത്ത് അരി വാങ്ങാൻ ഞാനാണ് പൈസ അയക്കൽ. അനിയനും അവന്റെ ഭാര്യയും മകളും എല്ലാം വീട്ടിലുണ്ട്. വല്ല തടസ്സവുമുണ്ടോ? എന്റെ ഭാര്യയുടെ സക്കാത്ത് കൊടുക്കാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ വക്കാലത്ത് ഏൽപ്പിക്കണോ? വക്കാലത്ത് ആരെ ഏൽപ്പിക്കും ചെയ്യാം. ആരെയും വക്കാലത്ത് ഇനി ഭാര്യ തന്നെ വക്കാലത്താക്കും ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ 5നെ ഏൽപ്പിക്കുക. ആരെയും വക്കാലത്താക്കാം. നിങ്ങൾക്കിപ്പോ സക്കാത്ത് നിർബന്ധമുള്ളത് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ കുട്ടീന്റെ മക്കളുടെ ഒക്കെ സക്കാത്ത് അപ്പൊ നിങ്ങൾക്ക് നിർബന്ധമല്ല ഉള്ളത്. അതൊന്നുകിൽ നിങ്ങൾ കൊടുക്കുക, അതല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കുക. 5 മറ്റൊക്കെ സക്കാത്ത് കൊടുക്കാൻ നിങ്ങൾ സഹായിക്കണേ നല്ല തന്നെയാണ്. അവരൊക്കെ ഫിത്ർ സക്കാത്തിന്റെ പൈസ നിങ്ങളാണ് വഹിക്കുന്നെങ്കിൽ അത് നല്ലതാണ്, വിരോധമില്ല. പക്ഷെ നിയത്ത് അവർ വെക്കണം. നിങ്ങൾ നിയത്ത് വെച്ചാൽ പോരാ. നിങ്ങളുടെ 5ന്റെ ഫിത്ർ സക്കാത്ത് നിങ്ങൾ കൊടുക്കുന്ന നിർബന്ധം ഇല്ല. പിന്നെ 5ന്റെ സക്കാത്ത് ആരെ കൊടുക്കണം? 5ന്റെ സക്കാത്ത് 5 കൊടുക്കണം. 5ന്റെ ഭാര്യന്റെ സക്കാത്ത് 5 കൊടുക്കണം. 5ന്റെ മക്കളുടെ സക്കാത്ത് 5 കൊടുക്കണം. പക്ഷെ അവരുടെ ആ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിയത്ത് വെച്ചാൽ മതിയാ, പോരാ. എന്നാൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാം. അവരെ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ അരി കൊടുത്തുകൊണ്ടോ പൈസ അയച്ചു കൊടുത്തുകൊണ്ടോ നിങ്ങൾക്ക് സഹായിക്കാം. അതുകൊണ്ട് വിരോധമില്ല. നിയത്ത് അവർ തന്നെ വെക്കണം. അതാ. നേരെ മറിച്ച് നിങ്ങളുടെ ഭാര്യയുടെ സക്കാത്ത് നിങ്ങളാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ മക്കളുടെ പ്രായപൂർത്തിയെത്താത്ത കുട്ടികളുടെ സക്കാത്തൊക്കെ നിങ്ങളാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്ന സമയത്ത് നിയത്ത് നിങ്ങളാണ് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വക്കാലത്താക്കേണ്ട ആ സമയത്ത് നിങ്ങൾ നിയത്ത് വെക്കുക. അതിൽ ആരെയാണ് വക്കാലത്താക്കുന്നതെങ്കിൽ അയാളെ നിയത്തിന്റെ കാര്യവും ആരത്തിനെ ഏൽപ്പിക്കുക. 5നെ ആരെങ്കിലും എന്റെ കുട്ടികളെയും പിന്നെ വെള്ളയും ഒക്കെ താത്താന്റെ ഒക്കെ താത്താന്നല്ല മുത്തച്ഛനെ പറയല്ലേ.
താത്താന്റെ കുട്ടികളൊക്കെ സക്കാത്ത് കൊടുക്കുക, അന്നെ ഞാൻ ഏൽപ്പിച്ചു കേട്ടോ, അത് കൊടുക്കുമ്പോ നീയത്തു ജനണ്ട് വെച്ചാളുണ്ടാ, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ല ഇനി അതിന്റെ അറബി വാക്കിന് ഒരു കടലാസം കേസത്തിൽ എഴുതിയിട്ടില്ലേ, അങ്ങനെ പറയുന്നു വേണ്ട. വക്കൽ തുക്ക എന്നൊക്കെ കടലാസം കേസത്തിൽ എഴുതിയിട്ടേ അഞ്ചനങ്ങനെ അങ്ങനെ അന്ന് വേണ്ട. ഇത് പറഞ്ഞാൽ മതി, താത്താന്റെ കുട്ടികളൊക്കെ സക്കാത്ത് പിതൃ സക്കാത്ത് കൊടുക്കുക, അന്നെ ഞാൻ ഏൽപ്പിച്ചു കേട്ടോ, ഇജ കൊടുക്കൂലല്ലേ, ഞാൻ കൊടുത്തോണ്ട്. അപ്പൊ എന്താ ഇവിടെ സഹിയായി. ആ കൊടുക്കാൻ സമയത്ത് അതിന്റെ നിയത്തും ഇത് താത്താന്റെ സക്കാത്താണ് അല്ലെങ്കിൽ മക്കളുടെ സക്കാത്താണ് എന്നൊക്കെ നിയത്തും ജനനം വെച്ചോണ്ടിട്ടാ ശരിയായിപ്പോ, അങ്ങനെ മതി. റേഡിയോ ചോദ്യം: മക്കയിൽ 20 റക്അത്ത് തറാവീഹ് 13 ഖിയാമുൽ ലൈൽ, നമ്മൾക്ക് 11 അല്ലേ വിത്ർ, അപ്പോൾ ബാക്കി 2 റക്അത്ത് എന്ത് നിയത്ത് വെക്കും? മക്കയിൽ 20 റക്അത്ത് തറാവീഹ് 13 ഖിയാമുൽ ലൈൽ ഉണ്ടാ. അതിലിപ്പോ എന്താ, 2 റക്അത്തിൽ കൂടാതിരിക്കുകയോ അതല്ലെങ്കിൽ വെറും മുത്തലക്ക് സുന്നത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് നിൽക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തറാവീഹ് ജമാഅത്ത് സുന്നത്തുണ്ട്, വിത്റിലും റമദാനിൽ വിത്റിലും ജമാഅത്ത് സുന്നത്തുണ്ട്. ഇനി വിത്റൊന്നല്ലാത്ത 2 റക്അത്ത് അതെന്ത് നിസ്കാരാണ്? 13 റക്അത്ത് ഉണ്ട്, അത് വെറും സാധാരണ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, മുത്തലക്ക് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. മുത്തലക്ക് സുന്നത്ത് നിസ്കാരം അതിൽ ജമാഅത്ത് സുന്നത്തുണ്ട്, ജമാഅത്ത് സുന്നത്തില്ല. ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം ജമാഅത്തെ നിസ്കരിച്ചൂടെ? നിസ്കരിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അതിൽ ജമാഅത്ത് സുന്നത്തില്ല എന്ന് മാത്രം, നിസ്കാരം സഹിയാവുക ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കൊടുക്കണോ? അവിടെ തന്നെ സക്കാത്ത് കൊടുക്കണം, ഫിത്ർ സക്കാത്ത് അങ്ങനെ കൊടുക്കണം. റമദാനിലെ അവസാനത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് പിന്നെ അവൻ എവിടെയാണോ ഉള്ളത്, അവൻ എവിടെയാണോ അപ്പോൾ മുഖീമായിട്ടുള്ളത് നട്ടാ, അവൻ എവിടെയാണോ മുഖീമായിട്ടുള്ളത് അവിടെ സക്കാത്ത് കൊടുക്കണം എന്നാണ് നമ്മുടെ കുറച്ച് മുമ്പ്. അതല്ലാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ് നിൽക്കുക, ഒരു സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാണ്, ഇപ്പൊ ഇവിടെ നാട്ടിലേക്ക് പോവാണ്, ബോംബെയിൽ എത്തിയപ്പോഴാണ് പിന്നെ മഗ്‌രിബായ സമയത്ത് ബോംബെയിലാണ്. അപ്പൊ സാധിക്കുകയാണെങ്കിൽ ബോംബെ തന്നെ അവൻ സക്കാത്ത് കൊടുക്കുക. എന്നിട്ട് അതല്ലെങ്കിൽ സാധിക്കൂല്ലെങ്കിൽ അവിടെ ആരെങ്കിലും വക്കാലത്താക്കുക, ആരെങ്കിലും ഏൽപ്പിക്കുക. അത് സാധിക്കൂലെങ്കിൽ പിന്നെ വേറെ മാർഗങ്ങളൊക്കെ ഉണ്ടല്ലേ, അതാണ്. സാധിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, അത് വായിച്ചു നേരത്തെ. പിന്നെ ഇനിയിപ്പോ ഉസ്താദെ, ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ഇഷ്ടമാണ്, കുട്ടിയുടെ ഉപ്പയോട് ഫോണിലൂടെ കിട്ടിച്ചു തരാൻ പറഞ്ഞു. തുടങ്ങി, അത് വലത്തതൈക്കാരല്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഫോണിലൂടെ നിക്കാഹ് സഹിയാകുമോ ഇല്ല, അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയുകയില്ല. അത് ആ വിഷയമായി എനിക്ക് കൂടുതൽ അറിയുകയില്ല. സഹിഹാവുകയില്ല എന്നാണ് ഷാഫിഈ മദ്ഹബിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിരുന്നത്. ഷാഫിഈ മദ്ഹബ് പ്രകാരം നിക്കാഹ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉലമാക്കളൊക്കെ ഫത്വ കൊടുക്കുന്നതും അങ്ങനെയാണ്. നിക്കാഹ് എന്ത് ചെയ്യാ, വരനും വലിയും 2 സാക്ഷികളും ആ നിക്കാഹിന്റെ സദസ്സിൽ ഹാജരാവണം എന്ന്. അതിനാ ഷുഹൂദ്, വലിയും വരനും 2 സാക്ഷികളും നിക്കാഹിന്റെ സദസ്സിൽ ഹാജരാവണം. അങ്ങനെയുള്ള നിക്കാഹ് സഹിയാകൂ എന്നാണ് ഷാഫിഈ മദ്ഹബില് ഉള്ളതായിട്ട് നമ്മുടെ ഉലമാക്കളൊക്കെ ആ രീതിയിലാണ് പറയാറ്. മറ്റുള്ള മദ്ഹബിലൊക്കെ എന്താ നിങ്ങൾക്കും അറിയില്ല, മറ്റും ഏതെങ്കിലും മദ്ഹബില് അങ്ങനെ പറ്റുമോ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നിക്കാഹിന്റെ സമയത്ത് സാക്ഷി ഇല്ലെങ്കിൽ തന്നെ നിക്കാഹ് സഹിയാകും എന്ന് പറയുന്ന മദ്ഹബുണ്ട്, മാലിക്കി മദ്ഹബ് അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, ഇനി വലിയും വേണ്ട എന്ന് പറഞ്ഞ മദ്ഹബുണ്ടേ. എന്തെല്ലാം ഉണ്ട് ചിലപ്പോൾ ഇരിക്കണത്, എന്തെല്ലാം ഉണ്ട്. നമുക്ക് അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരു നിർബന്ധമായ ഒരു അവസ്ഥ വരും ചെയ്തിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട്, അവിടെ അടുത്തൊന്നും ഇസ്ലാമിക് സെന്ററും ഇല്ല, മുസ്ലിങ്ങളൊന്നും അവിടെ ഇല്ല, ഒരു പെണ്ണിനാണ് ഇവർക്ക് കിട്ടും വേണം, ആ പെണ്ണ് ഇസ്ലാം മതം വിശ്വസിച്ചാണ് അവനെ കണ്ടിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനത്തെ പല വിഷയങ്ങളുണ്ടേ, എന്തെല്ലാം ഉണ്ട്. ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളികളായ ആളുകൾ തന്നെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ള അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ ഉള്ളത്. തീരെ മുസ്ലിങ്ങൾ ഇല്ലാത്ത അങ്ങനത്തെ അല്ലേ, ആയിരക്കണക്കിന് കിലോമീറ്റർ ഒക്കെ പോയെങ്കിൽ മറ്റൊരു മുസ്ലിമിനെ കാണൂ. അങ്ങനത്തെ ഒരു സ്ഥലത്തെ ഉള്ളത്. അയാൾ ജർമ്മനിയിലൊരു സ്ഥലത്താണുള്ളത്. ആ ജർമ്മനിയിൽ നിന്ന്
പിന്നെ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളൊന്നും ഇല്ല. അയാൾ ആ ഒരു മുസ്ലിം അവന് മാത്രമേ അവൻ അറിയുന്നതായിട്ട് മുസ്ലിമുള്ളൂ. അവൻ അറിയുന്നതായിട്ട് അവിടെ അവൻ മാത്രമേ മുസ്ലിമുള്ളൂ. ഏത് ജർമ്മനിയിൽ ഒരു മുസ്ലിം ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. അവൻ പിന്നെ ജോലി ചെയ്യുന്ന അവൻ താമസിക്കുന്ന ആ സ്ഥലത്ത് അതിന്റെ അടുത്ത പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ഉള്ളതായിട്ട് അവൻ അറിയുകയില്ല. പിന്നെ അവിടുന്ന് പിന്നെ കുറെ കിലോമീറ്ററുകൾ പോകണം, ദൂരം പോകണം. അപ്പോൾ അവിടെ മുസ്ലിങ്ങൾ ആയ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതാ പിന്നെ ഇപ്പൊ രണ്ടാമതായിട്ടൊരു മുസ്ലിമായിട്ട് പിന്നുള്ളത് ആരാണ്? അവനൊരു പെണ്ണിനെ പ്രേമിച്ചു, അവൾ ഇസ്ലാം മതം വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 2 മുസ്ലിങ്ങളാണ് അവിടെ ഉള്ളത് എന്ന്. ഓനക്ക് ഇപ്പൊ അവളെ കിട്ടും വേണം. അവളുടെ അല്ലെ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചെയ്യേണ്ടതൊക്കെ പിന്നെ അതിനൊക്കെ പല മാർഗങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്ന വിഷയം. ഞാൻ അതിന്റെ പറ്റി നമ്മുടെ മതമനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞത്. അപ്പൊ അതല്ലാത്ത വിഷയത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതിന്റെ അവസ്ഥ പോലും അന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാം. പിന്നൊക്കെ ശരിയായി. പിന്നെ എന്താ അൽവാഖ് റൈസന്റെ ഇത്? പിന്നെ ഞാൻ കേൾക്കണ്ടല്ലേ, മനസ്സിൽ മൊഴി ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ മൊഴി ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ തലാഖാകുമോ? ഇല്ല. മനസ്സിൽ ഇങ്ങനെ തലാഖെന്ന് കരുതുക, എന്നാലും അതുകൊണ്ട് തലാഖാവൂല. നാവുകൊണ്ട് പറയണം, നാവുകൊണ്ട് പറയണം, എന്നാലേ തലാഖാവൂ. മനസ്സിൽ അവിടെ തലാഖ് ചില്ലെന്ന് കരുതുന്നത് കൊണ്ട് തലാഖാവുകയില്ല. പിന്നെ ഒരു സായി എത്ര കിലോ പ്രകാരം? ഒരു സായിനെ 2600. 2600 ആവശ്യമില്ല, 2600 താഴെ വരുള്ളൂ. പക്ഷെ നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയുകയാണെന്നത് 2600. കാരണം 650 ഗ്രാം ആണ് ഒരു മുദ്ദ്. അപ്പൊ 650, 650, 1300, 1300, 1300, 2600. അത് 2 കിലോ 600 ഗ്രാം ആണ് ഒരു സായി എന്നാണ് നമ്മൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാറ്. സത്യത്തിൽ 2600 ആവശ്യമില്ല, അതിനേക്കാളും കുറച്ച് മതി. പക്ഷെ നീ പോരായി വരണ്ട എന്ന് വിചാരിച്ചിട്ട് 2600 പറയണം. പിന്നെ ഇനി അടുത്തുള്ള സൗദികൾക്ക് സക്കാത്ത് കൊടുത്താൽ ചിലപ്പോൾ അവർ കരുതും കട അവന്റേതാണ് എന്ന് കരുതിയാൽ ബിനാമി എന്ന് പറഞ്ഞ് നിലനിൽപ്പിന് പ്രശ്നം ആകാം. അതുകൊണ്ട് നാട്ടിലേക്ക് കൊടുത്തുകൂടെ സക്കാത്ത്? മനസ്സിലായിട്ടില്ല ചോദ്യം. ആ ചോദ്യം മനസ്സിലായിട്ടില്ല. അടുത്തുള്ള സൗദികൾക്ക് സക്കാത്ത് കൊടുത്താൽ എന്താ സൗദികൾക്ക് തന്നെ സക്കാത്ത് കൊടുക്കണം? അടുത്തുള്ള സൗദികൾക്ക് സക്കാത്ത് കൊടുത്താൽ ചിലപ്പോൾ അവർ കരുതും കട അവന്റേതാണ് എന്ന് കരുതിയാൽ ബിനാമി എന്ന്. മനസ്സിലായിട്ടില്ല ചോദ്യം? മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിലേ മൈക്കെടുത്ത് ചോദിക്കാതെ മൈക്കെടുത്തോളി ചോദിച്ചോളി. ഇത് PM അത് വായിച്ചത് മനസ്സിലാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചുള്ള കാര്യം മനസ്സിലാണില്ല. അപ്പൊ ഇത്രയും PM ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും അതിന്റെ പൂർണ്ണ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മക്കളുടെയും ഭാര്യയുടെയും പൊട്ടിയ ആഭരണം സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ. സൂക്ഷിച്ചു വെച്ചോട്ടെ. ഭാവിയിൽ ആ പൊന്ന് പെൺമക്കൾക്ക് കൊടുക്കാൻ വെക്കുന്ന അതിന് സക്കാത്തുണ്ടോ? ആഭരണം എന്ന നിലക്ക് ആണെങ്കിൽ സക്കാത്തില്ല. ഹലാലായ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ ആഭരണമാണ്. എന്നുവെച്ചാൽ ആൺകുട്ടി പെണ്ണുങ്ങൾക്ക് സ്വർണ്ണാഭരണം ധരിക്കല് ഹലാലാണ്. അത് എത്ര ഉണ്ടായിരുന്നു സക്കാത്തില്ല. ഇനി പൊട്ടി നിൽക്കുക, പൊട്ടി പിന്നെ നന്നാക്കണം എന്നുള്ള നീയത്തിലാണുള്ളത്, എന്നാലും അതിന് സക്കാത്തില്ല. നേരെ വെച്ച് പൊട്ടിയപ്പോ ഞാൻ പിന്നെ എന്ത് കരുതി? ഇനി ഇത് ആഭരണം ആക്കുന്നില്ല, ഇനി ഇതെന്താണ്, ഇത് സൂക്ഷിപ്പ് സ്വത്താക്കിയിട്ട് പാത്ത് വെക്കുകയാണ് എന്ന് കരുതി നിൽക്കുക. എന്നാൽ സക്കാത്ത് കൊടുക്കുകയും വേണം എന്ന് കരുതിയോട് സക്കാത്ത് കൊടുക്കണ്ട. അങ്ങനെ കരുതിയ സ്വത്ത് 85 ഗ്രാം ഉണ്ട്, എന്നാൽ സക്കാത്ത് കൊടുക്കണം. ആഭരണം പൊട്ടി കേട് വന്നിട്ടുണ്ട്, ഇനി ആഭരണം എന്താക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് ആഭരണമായി ഉപയോഗിക്കാനല്ല കരുതുന്നത്. പിന്നെയോ അത് സൂക്ഷിപ്പ് സ്വത്തായി സൂക്ഷിച്ചു വെക്കാനാണ് കരുതുന്നത്. അങ്ങനെ കരുതിയ സ്വത്ത് 85 ഗ്രാം ഉണ്ട് താനും. എന്നാൽ ഒരു വർഷം പൂർത്തിയായാൽ 2% സക്കാത്ത് കൊടുക്കണം. അല്ല എങ്കിൽ സക്കാത്ത് കൊടുക്കണ്ട. എങ്ങനെ എല്ലാമെങ്കിലാണ് എങ്ങനെ? അതിന് കുറച്ച് കഴിഞ്ഞിട്ട് നന്നാക്കണം എന്നാ കരുതണത്. ഇപ്പൊ നന്നാക്കണമെന്നില്ല,
ഒഴിവുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? വീണ്ടും നന്നാക്കിയിട്ട് അത് അങ്ങനെ കരുതുന്നത് എന്നാ സക്കാത്ത് കൊടുക്കും വേണ്ട. എന്ത് കരുതിയാലും വലുതായിട്ട് വേറെ വലിയ മാലുണ്ടാക്കിയാലും വേണ്ട. അപ്പൊ അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ ഒന്നും കരുതാൻ മതിയേ. അപ്പൊ സൂക്ഷിപ്പ് സ്വത്തായിട്ട് കരുതണ്ട, ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് കരുതണ്ട. അതെന്ത് ചെയ്യണം? നീ സൗകര്യപ്പെടുന്ന സമയത്ത് അത് നീ നന്നാക്കണം. എന്നാ സക്കാത്ത് വേണ്ട. അതേ സമയത്ത് അതല്ല നീ ഉദ്ദേശിക്കുന്നത്, അത് വെറും ഒരു സൂക്ഷിപ്പ് സ്വത്ത് എന്ന നില മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് 85 ഗ്രാം ഉണ്ട് എങ്കിലും സക്കാത്ത് കൊടുക്കണം. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ആദ്യമായി ആണ് ബൈലക്സ് ക്ലാസ് റൂമിൽ വരുന്നത്. അൽഹംദുലില്ലാഹ്, ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പാത്ത് വെക്കുന്ന ആഭരണത്തിന് സക്കാത്തുണ്ടോ? പാത്ത് വെക്കുന്ന ആഭരണത്തിന് സക്കാത്തൊന്നുമില്ല. അത് ഉണ്ടാക്കിയത് സ്ത്രീകൾക്ക് ഭംഗിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആഭരണമാണ്. അത് ഉപയോഗപ്പെടുന്നില്ല, പാത്ത് എടുത്ത് വെച്ചിട്ടാണ്, എന്നാലും സക്കാത്തില്ല. ഉണ്ടാക്കിയത് എന്തിനാണ്? ഉണ്ടാക്കിയത് ഹലാലായ ആവശ്യത്തിന് വേണ്ടി. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണം ധരിക്കൽ ഹലാലാണ്. അപ്പൊ സ്ത്രീകൾക്ക് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ അതവിടെ എപ്പോഴും പിന്നെ കെട്ടണമൊന്നുമില്ല. അത് മിക്കവാറും സമയത്ത് അത് ഒരു ഭാഗത്ത് എടുത്ത് വെച്ചേക്ക്, എന്നാലും സക്കാത്തില്ല. എന്താണ് ചേലാമ്പറം? ഇപ്പൊ എന്താണ് മൈക്ക് വേണാണ്ട് മുകളിൽ ബുസ് അടിക്കുന്ന മൈക്ക് എടുത്തോളി. നിങ്ങൾ മൈക്ക് എടുത്തോളൂന്ന് മൂപ്പര് PM ചെയ്ത് മൈക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കേൾക്കണ്ട? അവിടെ ഇല്ല ആള്. അദ്ദേഹത്തിന് ടെക്സ്റ്റ് ഡോട്ടൊന്നും ചെല്ലോ ഇല്ല, ഒരു ഡോട്ടും ഇല്ല. ഞാനീ പറഞ്ഞ നിങ്ങൾ കേൾക്കണ്ട? അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല. എന്നാ ഞാൻ അടുത്ത ആള് മൈക്ക് എടുത്തോളി. അപ്പൊ ആർക്കും മൈക്ക് വേണ്ട തോന്നുന്നു. അപ്പൊ ഏതായാലും ശരി, ഇനി ഇത് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഈ വിശുദ്ധ റമളാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഈ വിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു തന്നുകൊണ്ട് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടവരായ സ്ഥിതിയിൽ റംസാനോട് വിട പറയുന്ന ഭാഗ്യന്മാരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. റംസാൻ കഴിഞ്ഞിട്ടും ദോഷം പൊറുക്കാത്തൊരവസ്ഥ ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്തൊക്കെ നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കുന്ന സൗഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്കും അല്ലാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹുവിന്റെ ത്വാഅത്തിലായിക്കൊണ്ടുള്ള ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ അതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.